യെസ്. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഈ ഒരു നിമിഷത്തില് നമ്മുടെ ഹാപ്പി മൺഡേ എന്നുള്ള പ്രോഗ്രാമില് സന്തോഷത്തെ കുറിച്ച് കൂടുതൽ അറിയാൻ എത്തിച്ചേർന്ന എല്ലാവർക്കും ഞാൻ എൻ്റെ സ്നേഹാദി അറിയിക്കുകയാണ്. ഈ ഒരു നിമിഷത്തിൽ നമ്മളെ എത്തിച്ച എല്ലാ വ്യക്തികൾക്കും സാഹചര്യങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങാം. എൻ്റെ പേര് ഷബ്ന സുൽത്താൻ. തൃശ്ശൂർ കുന്നംകുളം സ്വദേശിയാണ്. ഹാപ്പിനെസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തു വരുന്നത്. അപ്പോൾ പലരും ചോദിക്കും, എന്താണ് സന്തോഷം? സന്തോഷം പഠിക്കാൻ പറ്റുമോ? അങ്ങനെ കുറേ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് നമ്മളിപ്പോ ലൈഫിൽ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് ആദ്യം നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളത്, പറ്റുന്നവരൊക്കെ ക്യാമറ ഓൺ ചെയ്യുന്നത് നല്ലതാണ്. ഞാൻ കുറേ പ്രസംഗിക്കുക എന്നുള്ള ഒരു അർത്ഥത്തിലല്ല വന്നിട്ടുള്ളത്. ഈ ഒരു പ്രോഗ്രാം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുമായി റിലേറ്റ് ചെയ്തിട്ട് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനും കൂടെയാണ് വന്നിട്ടുള്ളത്. യെസ്. യഥാർത്ഥത്തില് നമ്മള് ഹാപ്പിയാണ്, അല്ലെങ്കിൽ ഹാപ്പി ആണോ ചോദിച്ചാൽ അങ്ങനെ ഹാപ്പി ആവാൻ പറ്റുമോ? പ്രോബ്ലംസ് ഉണ്ട്, കുറെ കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ മനസ്സിന്റെ ഉള്ളിൽ ഇങ്ങനെ വരുന്നുണ്ടായിരിക്കും. അപ്പൊ ഈ പ്രോഗ്രാം എന്താണെന്ന് ഞാൻ ആദ്യം പറയാം. എല്ലാ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8 മണിക്ക് തികച്ചും ഫ്രീ ആയിട്ട് ഹാപ്പിനെസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് അറിവുകൾ പങ്കുവെക്കുക എന്നുള്ള ഒരു അർത്ഥത്തിലാണ് നമ്മൾ ഈ കമ്മ്യൂണിറ്റിയിൽ രൂപീകരിച്ച് നിങ്ങളെല്ലാവരെയും ഇവിടെ എത്തിച്ചിട്ടുള്ളത്. എന്തിനാണ് ഒരു മനുഷ്യൻ ഹാപ്പി ആയിരിക്കുന്നത് എന്ന് ചോദിച്ചാല്, ഇന്ത്യയില് അല്ലെങ്കിൽ നമ്മളുടെ ഒരു പല കണക്കെടുപ്പുകളും ഉണ്ടല്ലോ. അപ്പോ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു കണക്കെടുപ്പില് ഹാപ്പിനെസ് റിപ്പോർട്ടില് ഇന്ത്യക്ക് ഹാപ്പിനെസിന്റെ ഗ്രേഡ് എത്രയാണെന്ന് അറിയാമോ? അല്ലെങ്കിൽ ആ പട്ടികയിൽ ഇന്ത്യ എത്രാമതാണെന്ന് അറിയാമോ? ആർക്കെങ്കിലും അറിയാമോ? 148 രാജ്യങ്ങളിലെ കണക്കെടുപ്പില് നമുക്ക് കിട്ടിയിട്ടുള്ള സ്ഥാനം 116ാമത്താണ്. 116. ഓക്കെ. കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ ഇതിന് മുന്നേ ഉള്ള കണക്കെടുപ്പിൽ 118 ആയിരുന്നു. ഇപ്പൊ 116ാമത്തെ സ്ഥാനത്താണ് നമ്മൾ നിൽക്കുന്നത്. അതിനോടൊപ്പം തന്നെ, അതായത് ലോൺലൈനസ്, ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന രാജ്യങ്ങളുടെ കണക്കെടുപ്പുകളിൽ ഇന്ത്യ എത്രാമത്തെ സ്ഥാനത്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? ഇന്ത്യ 2ാമത്തെ സ്ഥാനത്താണ്. നമുക്കതിൽ അഭിമാനിക്കാം. 2ാമത്തെ സ്ഥാനത്താണ് നമ്മൾ നിൽക്കുന്നത്. എന്തിലാണ്? ആളുകൾ ഒറ്റപ്പെട്ടിട്ടാണ് ജീവിക്കുന്നത്. ഒറ്റപ്പെട്ടിട്ട് എന്ന് പറയുമ്പോൾ ഒറ്റയ്ക്ക് ജീവിക്കുക എന്നല്ല, മനസ്സുകൊണ്ട് ഒറ്റപ്പെട്ടിട്ടാണ് ജീവിക്കുന്നത്. അതിനിപ്പോ സോഷ്യൽ മീഡിയ, ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈല്, കുറെ കാരണങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷെ ഫിൻലാൻഡ് ആണ് ഒരുപാട് വർഷങ്ങളായിട്ട് ഹാപ്പിനെസ്സിൽ 1ാമത്തെ സ്ഥാനത്ത് നിൽക്കുന്നത്. അവിടെ കുറച്ചും കൂടെ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനും കുറേയും കൂടെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രാജ്യമാണ്. കുറച്ചും കൂടെ ഫ്രീഡം ഉണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. നമുക്കിപ്പോ രാജ്യത്തെ അവസ്ഥ മാറ്റാനൊന്നും നമുക്ക് പറ്റില്ല. നമുക്ക് ഓരോരുത്തർക്കും എങ്ങനെയാണ് മുന്നോട്ട് കുറച്ചും കൂടെ പീസ്ഫുൾ ആയിട്ട് പോവുക എന്നുള്ളതാണ് ഈ ഒരു സെഷനിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഞാനൊരു ലിസണറാണ്. ഒരുപാട് ആളുകളുടെ ലൈഫ് പേഴ്സണൽ ആയിട്ടുള്ള കേട്ടിട്ടുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ ജീവിതത്തിൽ ഒറ്റപ്പെടല്, വിഷമം, പ്രയാസങ്ങള്, പലരും ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ കുറേ ആളുകളെ ഞാൻ കണ്ടതിന്റെ ഫലമായിട്ട് കുറച്ച് കാര്യങ്ങള്, നല്ല നോളജ് ആളുകളിലേക്ക് ഷെയർ. ഹലോ, എന്നോടാണോ? കുറച്ച് കാര്യങ്ങള് എല്ലാവരിലേക്ക് ഷെയർ ചെയ്യുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അതൊരു നല്ല കാര്യമാണോ? എന്താ നിങ്ങളുടെ ഒക്കെ ഒരു അഭിപ്രായം? അതെ അതെ. ഓക്കെ. നിങ്ങളുടെ റെസ്പോൺസിനനുസരിച്ചിട്ടാണ് ഇനി മുന്നോട്ട് പോവുക കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാര്യങ്ങൾ ചോദിക്കുന്നത്. അപ്പോ യഥാർത്ഥത്തില് സന്തോഷം എന്താണ്? നിങ്ങളുടെ ഉള്ളിൽ കുറെ കാര്യങ്ങൾ ഇങ്ങനെ വരില്ലേ? ഇതാണ് സന്തോഷം, ഇതാണ് സന്തോഷം എന്ന് ഒന്ന് മനസ്സിൽ വിചാരിച്ചേ. എന്റെ സന്തോഷം എന്തൊക്കെയാണ് ഒന്ന് വിചാരിച്ചേ. ഒരു 30 സെക്കൻഡ് തരാം. അപ്പൊ എല്ലാവരും ഒന്ന് മനസ്സിൽ ചിന്തിക്കാം. നല്ല ജോലി, പണം, വിദ്യാഭ്യാസം, നല്ല ജീവിതം എല്ലാം ഉണ്ട്. ഇതൊക്കെ എന്തിനാ വേണ്ടത്? ഇതൊക്കെ നമ്മൾ സന്തോഷത്തോടെ ജീവിക്കാനല്ലേ. ഇതൊക്കെ കെട്ടിപ്പടുക്കുന്ന എന്തിനാ? സന്തോഷത്തോടെ സമാധാനമായിട്ട് ജീവിക്കാനാണ്. പക്ഷെ നിങ്ങൾ കേൾക്കുക, ഇതൊക്കെ ഉണ്ടാക്കിയാലും
മനസ്സമാധാനത്തോടു കൂടി ഉറങ്ങാൻ പറ്റുന്നവര് വളരെ ചുരുക്കം മാത്രമേ ഉള്ളൂ. അപ്പോ നമുക്ക് ഈ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്തുകൊണ്ട് ഒരു ദിവസം നമുക്ക് എല്ലാം ഓക്കെ ആയതിനു ശേഷം സന്തോഷിക്കാന്ന് പറഞ്ഞാൽ പറ്റുമോ? പറ്റുമോ? ഇല്ല. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മള് ഹാപ്പി ആയിട്ട് പോകണം. എന്താണ് അപ്പൊ ഹാപ്പിനെസ്? നമ്മൾ ഉറങ്ങുമ്പോൾ ഏത് അവസ്ഥയിലാണ് നമ്മൾ ഉറങ്ങുന്നത്? അപ്പൊ എല്ലാവരും ഉറക്കത്തെ കുറിച്ച് ഒന്ന് ആലോചിച്ചേ. ഞാൻ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് എന്താണ് എൻ്റെ ഉള്ളില് ഞാൻ ചിന്തിക്കുന്നത്? സമാധാനാണോ, ടെൻഷനാണോ, കുറ്റബോധമാണോ? എന്താണ് എൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവാറുള്ളത്? കിടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സന്തോഷാണോ, സമാധാനോ, അതോ ടെൻഷനാണോ? ഞാൻ 1 എന്നും 2 എന്നും പറയാം. 1 എന്ന് പറയുമ്പോ സമാധാനം, പെട്ടെന്ന് ഉറങ്ങുക, വളരെ ശാന്തം. 2 എന്ന് പറയുമ്പോ നാളെ എന്ത് ചെയ്യും? നാളെ ഇനി എന്തൊക്കെ സംഭവിക്കാൻ പോകുക? കഴിഞ്ഞ ദിവസം എന്തൊക്കെ ഉണ്ടായിരിക്കുക? റിഗ്രറ്റ്, മറ്റുള്ള കാര്യങ്ങളൊക്കെ. 1ലാണോ 2ലാണോ നിങ്ങളുടെ ഇമോഷൻ, നിങ്ങളുടെ ഫീലിങ്സ്? എല്ലാവർക്കും പറയട്ടെ, ഓപ്പൺ ആയിട്ടാണ് ചാറ്റ് രണ്ട് ചെയ്യാം. രണ്ട് 2ലാണ്. ഓക്കെ ഉം. ഓക്കെ. ഇതെല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. എല്ലാവരും അവനവനെ പറ്റിയിട്ട് തിങ്ക് ചെയ്യാം. കൂടുതൽ പേര് 2ലാണോ? അതെ. ഓക്കെ. ഇവിടെ ഇപ്പൊ നമ്മളുടെ ഈ സർക്കിളിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഫ്രീ ആയിട്ട് ഇരുന്നാൽ മതി. ഇവിടെ ഫസ്റ്റ് കിട്ടുന്നവർക്ക് കപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മളെയാണ് ബെറ്റർ ആക്കി എടുക്കേണ്ടത്. അപ്പൊ ഇവിടെ എന്ത് ഓപ്പൺ ആയിട്ട് പറയണോണ്ട് ഒരു വിഷയമല്ല. ഓക്കെ. അപ്പൊ 2ാമത്തെ സ്റ്റേറ്റിലാണുള്ളത്. നമ്മൾ ഉറങ്ങുന്ന സമയത്ത്, എല്ലാം കഴിഞ്ഞിട്ട് ഉറങ്ങുന്ന സമയത്ത് നമുക്ക് സമാധാനത്തോടു കൂടി ഉറങ്ങാൻ പറ്റിയിട്ടില്ല എങ്കിൽ പിറ്റേ ദിവസവും ഇത് തന്നെയല്ലേ നമ്മളെ അലട്ടുക? പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങനെ സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റില്ല. പക്ഷെ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ ഇനി ബോധപൂർവമാണ് അടിപൊളിയായിട്ട് വളരെ പീസ്ഫുൾ ആയിട്ട് ഉറങ്ങാൻ പോകുന്നത്. നിങ്ങൾക്ക് അത് ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾ അങ്ങനെ ഉറങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എന്ത് സമാധാനമായിട്ട് ഉറങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ അതിനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ആദ്യം നമുക്കൊരു അവയർനെസ് ആണ് വേണ്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് നമ്മൾ കേൾക്കാൻ വേണ്ടിയിട്ടല്ല. നമ്മളെ മടിയനാക്കുന്ന, നമ്മളെ പലപ്പോഴും നമ്മളുടെ ഉള്ളിൽ നിന്നിട്ട് തന്നെ നമ്മളെ ഇങ്ങനെ പരാജയപ്പെടുത്തുന്ന ഒരു വ്യക്തിയുണ്ട് നമ്മുടെ കൂടെ. ആരാണെന്ന് അറിയോ? ഒരു പാർട്ട്. ഏതാണ് ആ പാർട്ട് എന്ന് അറിയോ? അതാണ് ബ്രെയിൻ. നമ്മൾ ഇന്നൊരു കാര്യം വിചാരിക്കുന്നുണ്ട്, പക്ഷെ ഇന്ന് പോകണോ, ഇന്ന് പോയാൽ ഇനിയിപ്പോ ശരിയാകുമോ, എന്നാ നാളെ ആവട്ടെ, നാളെ പോയാൽ മതിയില്ലേ, ഇന്ന് എനിക്ക് ഈ കാര്യം പഠിക്കാണ്ട്, ഇന്നിപ്പോ ഒരു മൂഡില്ല, നാളെ ആവട്ടെ. എക്സസൈസ് ചെയ്യണമെന്നുണ്ട്, ഷുഗർ കട്ട് ചെയ്യണമെന്നുണ്ട്, ഡയറ്റ് എടുക്കണമെന്നുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ ഇതും കൂടെ കഴിയട്ടെ, എനിക്കിതൊക്കെ പറ്റുമോ? അങ്ങനെ നമ്മളെ ബ്രെയിനാണ് ശരിക്കും നമ്മളെ രാത്രി കിടക്കുമ്പോൾ ചിന്തിപ്പിക്കുന്നതും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നല്ല മൂഡിൽ എഴുന്നേൽപ്പിക്കാനും ഒക്കെ നമ്മുടെ ബ്രെയിനാണ് നമ്മളിങ്ങനെ ഡ്രൈവ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ബ്രെയിൻ ഒരു കാര്യം ഉണ്ടെന്ന് മനസ്സിലായോ? ബ്രെയിൻ മനസ്സിലായോ? ശരിക്കും ചാറ്റ് ചെയ്താലും മതി കേട്ടോ. താങ്ക് യു. ബ്രെയിൻ എന്ന് പറയുന്ന ഒരാള് നമ്മുടെ കൂടെ ഉണ്ട്. അയാൾ ഒരാളാണ് എന്ന് തന്നെ പരിഗണിക്കുക. അയാൾ കേൾക്കാൻ വേണ്ടിയിട്ടും അയാളെ മാറ്റാൻ വേണ്ടിയിട്ടുമാണ് ഇനി നമ്മൾ സംസാരിക്കുന്നത്. ക്ലിയർ? ഓക്കെ അല്ലേ? അപ്പോ ഈ ബ്രെയിനെ നമ്മൾ പഠിപ്പിക്കുകയാണ് ഇങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട്. ഓക്കെ. ഈ ജോലി, പണം, അല്ലെങ്കിൽ കുറെ പ്രശ്നങ്ങൾ, ഇതിനൊക്കെ വേണ്ടി ഓടുന്നുണ്ടെങ്കിലും ഉറങ്ങുന്ന സമയത്ത് നമുക്ക് സമാധാനം വേണം. അതിനുവേണ്ടി നമ്മൾ പ്രിപ്പയർ ആവാണ്. അപ്പോ ഈ ഇന്ത്യയുടെ കാര്യം, ലോകത്തിന്റെ കാര്യമൊക്കെ ഹാപ്പിനെസ് എടുത്തപ്പോൾ നമുക്ക് മനസ്സിലായി ഇനി നമ്മുടെ ലൈഫിലും ഇനി ഹാപ്പിനെസ് വേണമെന്ന്. പക്ഷേ ഹാപ്പിനെസ് എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. അൺഹാപ്പിനെസ് എന്നുള്ള ഒരു കാര്യത്തെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അൺഹാപ്പിനെസ്, സന്തോഷമില്ലാത്ത ഒരവസ്ഥ. ഹാപ്പിനെസ് എന്ന് പറയുമ്പോൾ ചിരിച്ച മുഖം, സമാധാനമായിട്ട് ഇരിക്കുന്നത്, ഫണ്ണായിട്ടുള്ള കുറെ കാര്യങ്ങളായിരിക്കും നമ്മളെ മനസ്സിലേക്ക് വരുന്നുണ്ടായിരിക്കാം. പക്ഷെ സന്തോഷമില്ലാത്തൊരവസ്ഥ എങ്ങനെയായിരിക്കും? സന്തോഷമില്ലാത്തൊരവസ്ഥ എങ്ങനെയായിരിക്കും? ചോദിക്കാണ്ടോ? എന്താ? ഒന്നുമില്ല, പറഞ്ഞു.
സന്തോഷം അപ്പൊ നമ്മൾ വിചാരിക്കും സങ്കടപ്പെട്ടിരിക്കുന്ന മുഖം ആണെന്ന്. ഒരിക്കലുമില്ല. നമ്മളുടെ ഉള്ളിലൊക്കെ എടുത്ത് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. പുറത്ത് ചിരിച്ചുകൊണ്ട് ഉള്ളിന്റെ ഉള്ളിൽ സന്തോഷം നമുക്ക് ഫീൽ ചെയ്യാത്ത, സന്തോഷം അനുഭവിക്കാത്ത ഒരുപാട് ദിവസങ്ങൾ നമ്മളുടെ ഉള്ളിൽ കടന്നു പോയിട്ടില്ലേ? ഉണ്ടാവും. ഓക്കെ. യെസ് മാഡം. ഉണ്ടാവും എന്നാണോ ഉണ്ട് എന്നാണോ? ഉണ്ടാവും എന്ന് ഉണ്ടാകും. പറയുമ്പോ ബ്രെയിന് കൺഫ്യൂഷൻ ആയിരിക്കും. നമ്മൾ ഒന്നുമില്ലെങ്കിൽ യെസ് അല്ലെങ്കിൽ നോ പറയാം. യെസ്. ഓക്കെ, ഇത് നമ്മൾ ബ്രെയിനിനെയാണ് പഠിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോ ഹാപ്പിനെസ് എന്നുള്ളത് മാറ്റി നിർത്തുമ്പോൾ അൺഹാപ്പിനെസ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. സന്തോഷമില്ലാത്ത ഒരു ഉമ്മയ്ക്ക് തന്റെ മക്കളെ ഹാപ്പി ആയിട്ട് സ്കൂളിലോട്ട് പറഞ്ഞയക്കാൻ രാവിലെ പറ്റുമോ? സന്തോഷമില്ലാത്ത ഒരു അവസ്ഥയിലുള്ള ഒരു ഹസ്ബൻഡിന്, ഒരു ഗൃഹനാഥന് തന്റെ ഭാര്യ ചൂടാകുന്നത്, ദേഷ്യപ്പെടുന്നതൊക്കെ അവൾക്ക് ഹോർമോണൽ ചേഞ്ചസ് ഉള്ളത് കൊണ്ടോ അല്ലെങ്കിൽ പീരീഡ് സംബന്ധമായിട്ടുള്ള പെയിൻ ഉള്ളത് കൊണ്ടോ ആണ് അവളുടെ സ്വഭാവം ഇങ്ങനെ മാറിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ പറ്റുമോ? ഇല്ല. പറ്റൂല. ആ, ഇതവർക്ക് പറഞ്ഞു തന്നെ കുഴപ്പം. എന്താ ഇതവർക്ക് പറഞ്ഞു തന്നെ കുഴപ്പം. പറഞ്ഞാൽ എന്താ? അതിലോട്ട് ഞാൻ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അത് റിലേഷൻഷിപ്പിന്റെ ഒരു വലിയ ഭാഗമാണ്. അത് നമുക്ക് എടുക്കാം. അപ്പോ അല്ലെങ്കിൽ ഇത് ഡൈവേർട്ട് ആയി മാറിപ്പോകും. അതാണ്. അപ്പോ സന്തോഷമില്ലാത്ത കുറെ അവസ്ഥകൾ ഇനി നമ്മളൊന്ന് ആലോചിച്ചേ. രാവിലെ വീട്ടിൽ നിന്ന് ബഹളം എന്തെങ്കിലും ഉണ്ടായിട്ട് അല്ലെങ്കിൽ ട്രാഫിക്കിലൊക്കെ കുടുങ്ങിയിട്ട് പോയി ജോലിക്ക് പോയി. ആ സമയത്ത് നമുക്ക് എന്ത് ജോലി എടുക്കാനും ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അതെന്തുകൊണ്ടാണ്? നമുക്ക് കഴിവില്ലാത്തത് കൊണ്ടല്ല, നമ്മളുടെ ഉള്ളിൽ സന്തോഷമില്ലാത്തത് കൊണ്ടാണ്. പെട്ടെന്ന് നമുക്ക് ദേഷ്യം വരും. നമുക്ക് പല കാര്യങ്ങളും ചെയ്യണം എന്നുണ്ടായിരിക്കും, പക്ഷെ ഒരു ആത്മവിശ്വാസ കുറവുണ്ടായിരിക്കും സന്തോഷം ഇല്ലെങ്കിൽ. പണ്ട് നമ്മളെ പറ്റിയിട്ട് മോശമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവില്ലേ? നീ എന്താ ഇങ്ങനെ മെലിഞ്ഞു പോയേക്കണ്, അല്ലെങ്കിൽ നീ എന്തെങ്ങനെ തടിച്ചിരിക്കും. ചെറുപ്പത്തില് നിങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ചേ. ചെറിയൊരു 12 വയസ്സിന്റെ മുന്നൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. എന്നോട് പലതും പറഞ്ഞിട്ട് ഞാൻ ഇപ്പോഴും അത് മനസ്സിൽ വേദനയായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ അതൊക്കെ ഞാൻ മാറ്റിയിട്ടോ. അതൊക്കെ നമ്മളുടെ ജീവിതത്തെ പല രീതിയിൽ മാറ്റിയിട്ടില്ലേ? അന്ന് അവര് തമാശയിലൂടെ പറഞ്ഞതായിരിക്കാം, അല്ലെങ്കിൽ അപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞതായിരിക്കാം. പക്ഷെ ആ ഒരു സന്തോഷം ഇല്ലാത്തൊരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് വേദന തന്നിട്ടില്ലേ? എല്ലാവർക്കും ഉണ്ടാവില്ല. എല്ലാവർക്കും ഉണ്ടാവില്ല, ചിലർക്ക് ഉണ്ടാവും. ഉണ്ടാവും. ഞാന് തീർച്ചയായും. ഓക്കെ, ഞാൻ കുറച്ച് കാര്യങ്ങൾ, പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളും കൂടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കാരണം നമ്മളെല്ലാവരും, ചില അമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്, എല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പോ നമ്മളെ വീട്ടിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ. ഇവിടെ ഒരു കുട്ടി വന്നപ്പോ ആ, കുട്ടികളുടെ പ്രശ്നങ്ങൾ നമ്മൾ വിചാരിക്കുക അത് കുട്ടിയല്ലേ, അതിന് മാത്രം പ്രശ്നമുണ്ടാ? ഞാൻ ജീവിച്ചത് ഇതിനേക്കാളും കഷ്ടപ്പെട്ടിട്ടല്ലേ. അത്ര ബുദ്ധിമുട്ടൊന്നും ഇപ്പൊ കുട്ടിക്കില്ലല്ലോ. പഠിക്കാൻ നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള നല്ല അടിപൊളി സ്കൂളിൽ ചേർത്തിട്ടുണ്ട്. നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ഉണ്ട്, ഫെസിലിറ്റി ഉണ്ട്, എല്ലാം ഉണ്ട്. അതൊക്കെ ഞാൻ അവന് കൊടുക്കുന്നുണ്ടല്ലോ. പിന്നെ ഫോൺ ഉണ്ട്, ലാപ്ടോപ്പ് ഉണ്ട്, എല്ലാം ഉണ്ട് എന്ന്. പക്ഷെ കുട്ടിക്ക് വേണ്ടത് എന്താണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നമ്മളുടെ കുട്ടിക്കാലം ഒന്ന് എടുത്തു നോക്കിയേ. നമ്മളുടെ കുട്ടിക്കാലത്തില് നമ്മളെ മുറിവേറ്റ എന്തെങ്കിലും അനുഭവങ്ങൾ ഇപ്പൊ ആലോചിക്കുമ്പോൾ ഇപ്പോഴും നമുക്ക് ആ ഒരു പെയിന് ഉള്ളിൽ ഉണ്ടാവാറുണ്ടോ? എനിക്ക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് തോന്നും എന്താണ്. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഒരു കുഴി കാണുന്നുണ്ടല്ലോ, ഒരു നുണക്കുഴി. ആ നുണക്കുഴി പണ്ട് പറഞ്ഞിരുന്നു എന്നോട്. എന്റെ ചെറുപ്പത്തില് എന്റെ കുട്ടികൾ എന്ന് പറയുമ്പോൾ എന്റെ കൂടെയുള്ള സ്റ്റുഡൻസ് പറഞ്ഞിരുന്നു, ഷബ്നാക്ക് നുണക്കുഴി ഉള്ളത് കൊണ്ട് നുണ പറയുന്നവരാണ് ഈ നുണക്കുഴി ഉണ്ടാവുക. അപ്പൊ ഷബ്ന പറയുന്നത് നുണയാണ് എന്ന് പറഞ്ഞ് എന്നെ പലപ്പോഴും ഇങ്ങനെ കളിയാക്കുമായിരുന്നു. ഞാനും അത് വിശ്വസിച്ചു പോന്നിരുന്നു. അപ്പൊ എനിക്ക് ഒരു പ്രയാസമായിരുന്നു, മനസ്സിലാവണ്ട. പിന്നെ അത് കളറിന്റെ പേരിലും എല്ലാത്തിന്റെ പേരിലും നമ്മൾ അത്ര കൊള്ളത്തില്ല, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ സംസാരിക്കാൻ അറിയില്ല, അങ്ങനെ ഒരു ക്വാളിറ്റി ഉള്ള പേഴ്സൺ അല്ല എന്ന് പലപ്പോഴും ചൈൽഡ്ഹുഡില് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. നിങ്ങളൊക്കെ ഒന്ന് ചെറുപ്പകാലത്തെ കുറിച്ച് ആലോചിച്ച് നോക്കിയേ. ഉണ്ടായിട്ടില്ലേ? തോന്നിയിട്ടുണ്ട്. ആ, നമ്മൾ ഇതേ തോന്നാറില്ല. ആ, ഓക്കെ, നമ്മൾ ഇതേ കാര്യങ്ങള് നമ്മളെ മക്കളോട് പറയാറുണ്ടോ? തമാശയാണെന്ന് നമുക്ക് തോന്നുന്ന, അല്ലെങ്കിൽ അവരെ ഏഹ്, ഇപ്പൊ ഒന്ന് നമ്മളുടെ പരിധിയിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മളുടെ വായിൽ വന്ന എന്തെങ്കിലും വാക്കുകൾ അവരൊന്നും നമ്മളോട് തിരിച്ചു പറഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷെ നമ്മൾ പറയുന്ന വാക്കുകൾ അവർക്ക് എപ്പോഴെങ്കിലും വേദനിച്ചിട്ടുണ്ടാവോ?
എന്റെ അടുത്താണ് ഉണ്ടാവില്ല. ഓക്കെ. ഞാൻ പൊതുവെ എല്ലാവരോടും ആയിട്ടാണ് ചോദിക്കുന്നത്, എന്നോടും കൂടിയാണ് ചോദിക്കുന്നത്. ഞാൻ അത്ര പെർഫെക്റ്റ് ആയിട്ടല്ല, നമ്മുടെ ബ്രെയിനിനോടാണ് ചോദിക്കുന്നത്. പക്ഷെ കൊച്ചു വന്നിടയ്ക്ക് പറയുന്നുണ്ട് എല്ലാവരും ഇരുന്നറാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറയും കൊച്ചു സുന്ദരിയാന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഗ്രേറ്റ്. ഓക്കെ, അപ്പോ നമുക്ക് അറിയില്ല ഇത് പറയുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളത്. ഉണ്ട്, പ്രശ്നങ്ങളുണ്ട്. അവർക്കത് മെന്റലി ഇതാവുന്നുണ്ട്. മെന്റലി പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. ഇന്ന് ഒരു അച്ഛൻ വിളിച്ചിട്ട്, ഒരുപക്ഷെ ചിലപ്പോൾ ഈ ഗ്രൂപ്പിൽ ഉണ്ടായിരിക്കാം, ഒരു അച്ഛൻ വിളിച്ചിട്ട് കുറച്ച് ദിവസം മുന്നേ വിളിച്ചിട്ട് പറഞ്ഞതാണ്, എൻ്റെ മോന് ഭയങ്കര കുറുമ്പാണ്. അതായത് വൈഫ് കുറച്ച് മുന്നേ വിട്ടിട്ട് പോയി. മോനുണ്ട് 5ാം ക്ലാസ്സിൽ, മോന് ഭയങ്കര കുറുമ്പാണെന്ന്. നല്ല പിട കൊടുക്കട്ടെ എന്നാണ് ചോദിക്കുന്നത്. അതായത് അച്ഛന് വേറൊരു രീതിയിലും ഹാൻഡിൽ ചെയ്യാൻ കുട്ടിയെ അറിയില്ല. ചെറുപ്പം മുതലേ പണിഷ് ചെയ്തിട്ടും അടിച്ചിട്ടും ഒക്കെയാണ് കുട്ടിയെ വളർത്താൻ ശ്രമിച്ചിട്ടുള്ളത്. ഭാര്യ പോയി, അതായത് ആ കുട്ടിയുടെ അമ്മ പോയി, ഇപ്പൊ കുട്ടിയും അച്ഛനും മാത്രമേ ഉള്ളൂ. അപ്പൊ കുട്ടി ഭയങ്കര ദേഷ്യക്കാരനായിട്ട് മാറുകയാണ്. വീട്ടിലും ബഹളം, അല്ലെങ്കിൽ സ്കൂളിൽ പോയാൽ സ്കൂളിലും കുറുമ്പ് കാണിക്കുക, അങ്ങനെയൊക്കെയുള്ള വിഷയത്തിലാണ് ആ കുട്ടി വളരുന്നത്. അപ്പോ പറഞ്ഞു വരുന്നത്, സന്തോഷമില്ലാത്ത ഒരു പേഴ്സണിൽ നിന്ന് ചുറ്റുമുള്ളവർക്ക് എന്താ സ്പ്രെഡ് ചെയ്യാ? എനിക്ക് സന്തോഷം ഇല്ല എങ്കിൽ ഞാൻ ഇവിടെയൊക്കെ എൻ്റെ കുട്ടികൾക്കും അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ള എല്ലാ ആളുകൾക്കും ഞാൻ എന്തായിരിക്കും കൊടുക്കുന്നുണ്ടായിരിക്കാം? എനിക്ക് സന്തോഷം കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. പക്ഷെ കൊടുക്കും. അതിന്റെ ഒരു സംഭവമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എൻ്റെ ഉള്ളിൽ സന്തോഷം ഇല്ലെങ്കിൽ ഞാൻ പുറത്ത് കാണിക്കും, സന്തോഷിച്ചിട്ട് കുട്ടികൾക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കും, വിളമ്പി കൊടുക്കും. സന്തോഷം മുഖത്തില്ലെങ്കിൽ കൂടി എൻ്റെ ഉള്ളിലെ ദേഷ്യവും കാര്യങ്ങളോ വെറുപ്പോ എന്തോ ആയിക്കോട്ടെ, കുട്ടികൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുക്കും. അപ്പൊ നല്ലൊരു ഉമ്മയായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും. പക്ഷെ അവിടെയുള്ള ഒരു ട്വിസ്റ്റ് എന്താന്ന് വെച്ചാൽ, ഞാൻ രാവിലെ എഴുന്നേറ്റ് ഞാൻ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളിലെ ദേഷ്യം പുറത്ത് ഞാൻ കാണിക്കുന്നില്ല, പക്ഷെ എൻ്റെ ഉള്ളിലെ ദേഷ്യം വെച്ചിട്ടാണ് ഞാൻ ഈ ഫുഡ് പാകം ചെയ്യുന്നത്, അത് കഴിഞ്ഞിട്ട് ഞാൻ സെർവ് ചെയ്യുന്നത് എങ്കിൽ ആ കുട്ടികൾക്ക് ഞാൻ വിളമ്പുന്നത് ശരിക്കും സന്തോഷമായിരിക്കോ അതോ എൻ്റെ നെഗറ്റീവ് ഇമോഷൻ ആയിരിക്കോ? ഞാൻ ഉണ്ടാവില്ല. എന്താ നിങ്ങളൊക്കെ ഒരു അഭിപ്രായം? 1-2 പേരുടെ അഭിപ്രായം അറിയാൻ ഞാൻ തീർച്ചയായും ആഗ്രഹിക്കുന്നു. മാം, നെഗറ്റീവ് ഇമോഷൻ ആണ് അവിടെ കൊടുക്കുക. നെഗറ്റീവ് ഇമോഷൻ ആണ് കൊടുക്കുക. ഞാൻ ഉമ്മ കൊടുക്കുന്നുണ്ടായിരിക്കും, കുട്ടിയെ കെട്ടിപ്പിടിക്കുന്നുണ്ടായിരിക്കും, ഉമ്മ കൊടുക്കുന്നുണ്ടായിരിക്കും, സ്കൂളിലോട്ട് ഒക്കെ ഉണ്ടായിരിക്കും. അതായത് പുറത്ത് ഞാൻ ഹാപ്പി ആയിട്ട് കുട്ടിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷെ കുട്ടി കഴിക്കുന്ന ഭക്ഷണം സെർവ് ചെയ്യുന്നത് നെഗറ്റീവ് ഇമോഷൻ. എനിക്കത് അറിയാത്തത് കൊണ്ടാണ് ഞാൻ അതിലൂടെ ഒരു എനർജി പാസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് എന്താണോ ഞാൻ എൻ്റെ മനസ്സിലുള്ളത്, അത് ആ ഫുഡിലൂടെ ആ കുട്ടിക്കും പാസ് ചെയ്യുന്നുണ്ട്. കുട്ടികൾക്ക് നിരന്തരമായിട്ട് വയറുവേദന വരുന്നുണ്ട് എങ്കിൽ, എല്ലാ വയറുവേദന ഇതിന്റെ പേരിലാന്ന് പറഞ്ഞിട്ട് വീട്ടിൽ ബഹളം ഉണ്ടാക്കരുത്. ഇങ്ങനെ കൂടെ ഒരു വിഷയം ഉണ്ടാകുന്നുണ്ട്. നമ്മളുടെ നെർവ് സിസ്റ്റത്തെ ഡൈജസ്റ്റീവ് ആയിട്ടുള്ള എല്ലാ കാര്യത്തിനെയും നമ്മളുടെ ഇമോഷനുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. ഇമോഷൻ എന്താണെന്ന് പറയാം? ദേഷ്യം, വിഷമം, സങ്കടം, സന്തോഷം, ഇതൊക്കെ നമ്മളുടെ ഉള്ളിൽ നമ്മൾ ഏത് എനർജിയാണ് നിൽക്കുന്നത്, അതാണ് ഇമോഷൻ. ഓക്കെ, ക്ലിയർ? അപ്പോ സന്തോഷമില്ലായ്മയുണ്ട്, സന്തോഷമുണ്ട്. പുറത്ത് കാണുന്നതല്ല, അകത്ത് കാണുന്നത്, നമ്മളുടെ ബ്രെയിൻ എങ്ങനെയാണ് ചിന്തിക്കുന്നത്, അതാണ് യഥാർത്ഥത്തിലുള്ള ഒരു അവസ്ഥ. മനസ്സിലായോ? അപ്പോ സന്തോഷം ഇല്ലാത്തതാണോ? സന്തോഷം ഇല്ല എന്ന് പറഞ്ഞാൽ സന്തോഷമില്ല, അത്രേ ഉള്ളൂ. പക്ഷെ സന്തോഷം ഇല്ലാത്തത് കൊണ്ട് നെഗറ്റീവിലോട്ട് പോയിട്ടുള്ളതാണോ? ഇതിലേതാണ് ഏറ്റവും മോശമായിട്ടുള്ള അവസ്ഥ? ഫസ്റ്റ് വൺ സന്തോഷമില്ല, അത്രേ ഉള്ളൂ. സന്തോഷമില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഒരു ന്യൂട്രൽ ആയിട്ട് ഞാൻ ഹാപ്പിയാണോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാനിങ്ങനെ പോകുന്നുണ്ട്, അതൊരു അവസ്ഥ എ. സെക്കൻഡ്, നീ ഹാപ്പിയാണോ? ഞാൻ ഹാപ്പി അല്ല. പുറത്ത് ഹാപ്പി ആയിരിക്കാം, അത് സിറ്റുവേഷൻ അനുസരിച്ച്. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ ഇങ്ങനെ കിടന്ന് തിളക്കുന്ന ഒരു അവസ്ഥയാണ്, ജീവിതം എവിടെ എത്തിയിട്ടില്ല, എനിക്ക് എപ്പോഴും പ്രശ്നങ്ങളാണ്, എന്നെ ആരും കേൾക്കാനില്ല, എനിക്ക് ദേഷ്യം വരുമ്പോ ഇപ്പൊ അടക്കി പിടിക്കാൻ പറ്റുന്നില്ല, എനിക്ക് സ്നേഹിക്കാൻ ആരുമില്ല, കൂടെ എല്ലാവരും ഉണ്ട് പക്ഷെ എന്നെ ആരും മനസ്സിലാക്കുന്നില്ല. ഇതൊക്കെ ഉള്ളിന്റെ ഉള്ളിൽ ഇങ്ങനെ കിടന്ന് മറിയുന്നുണ്ട് എങ്കില് അതാണ് ബി അവസ്ഥ. ആളെ കാണാൻ രണ്ടും ഒരുപോലെ തന്നെയാണ്. ഇതിൽ ഏതായിരിക്കും പോയിസൺ ആയിട്ടുള്ള അവസ്ഥ? എ ആണോ ബി ആണോ?
ആയിരിക്കും. ഞാൻ ഒന്നുകൂടെ പറയാം. എ എന്നുള്ളത് സന്തോഷമില്ല, അത്രേ ഉള്ളൂ. അവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എന്റെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടോ ചോദിച്ചാൽ ഞാൻ വലിയ കുഴപ്പമില്ല, അങ്ങനെയേ ഉള്ളൂ. ആൾക്ക് ഇമോഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം ഇല്ല. രണ്ടാമത്തത് സന്തോഷം ഉണ്ടോ ചോദിച്ചാൽ ആളുടെ ഉള്ളിൽ സന്തോഷവും ഇല്ല, സന്തോഷമുള്ള ഒരു ഓർമ്മയില്ല. എന്നും എന്റെ ജീവിതം എങ്ങനെയാണ്, എന്നും ഞാൻ എന്താ ഇങ്ങനെ എന്നുള്ളത്. അതായത് ഞാൻ എന്താ ഇങ്ങനെ. നിങ്ങളുടെ ഉള്ളിലൊക്കെ എപ്പോഴെങ്കിലും ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടോ? ഞാൻ എന്താ ഇങ്ങനെ, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ എന്നുള്ളത്. അപ്പോ എ ആണോ ബി ആണോ മോശമായിട്ടുള്ള അവസ്ഥ? ബി ആണ് മോശം. ബി ആണ് മോശമായിട്ടുള്ള അവസ്ഥ. അപ്പൊ ഇനി തിങ്ക് ചെയ്യുക. ഞാൻ പറഞ്ഞു, ഈ സെഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ കുറെ കഥ പ്രസംഗിക്കാൻ വേണ്ടി ഉള്ളതല്ല, മോട്ടിവേഷനും അല്ല. ഓക്കെ, നമ്മൾ ബ്രെയിനെ പഠിപ്പിക്കുകയാണ്. യെസ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒരു 30 സെക്കൻഡ്സ് ഒന്ന് ആലോചിച്ചേ. എന്റെ ബ്രെയിൻ ഏത് പാറ്റേണിലൂടെയാണ് കടന്നു പോകുന്നത്? എ ആണോ ബി ആണോ? എ എന്ന് വെച്ചാൽ ഓക്കെ, ഏ ഹാപ്പിയാണ്. ആലോചിച്ചാൽ മതി, പറയണ്ട. ഒരു 30 സെക്കൻഡ്സ് ഒന്ന് ആലോചിക്കാം. ആ ഓക്കെ, ആലോചിക്കാം. നമ്മൾ നമ്മളെ കുറിച്ച് മാത്രം ആലോചിക്കാം. എ എന്ന് വെച്ചാൽ കുഴപ്പമില്ല, ഞാൻ ഉള്ളതിൽ ഞാൻ ഓക്കെയാണ്, വലിയ സന്തോഷമൊന്നുമില്ല, പക്ഷെ ഉള്ളതിൽ ഞാൻ ഓക്കെയാണ്, കുഴപ്പമില്ല. സെക്കൻഡ്, അവരുടെ ഉള്ളിലോട്ട് എടുക്കാം. പുറത്ത് ചിലപ്പോൾ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ കുഴപ്പമില്ലാണ്ട് ഇരിക്കുന്നുണ്ടായിരിക്കും, പക്ഷെ ഉള്ളിൽ ഇങ്ങനെ കലങ്ങി മറിയാണ്. വലിയ വീടുണ്ടായിരിക്കും, കാർ ഉണ്ടായിരിക്കും, ഒക്കെ ഉണ്ടായിരിക്കും. പുറത്ത് ഭയങ്കര ഫെയിം ആയിരിക്കും. ഉള്ളിന്റെ ഉള്ളില് ആ വ്യക്തി എന്ന് പറയുന്നത് ഞാനും നിങ്ങളും എന്താണ്? ഇനി ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം പറയാം. രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ഈ ഓട്ടത്തിന്റെ ഇടയിൽ എന്താണ് ശരിക്കും നമ്മളുടെ ഉള്ളിൽ ചിന്തിക്കുന്നത്? വരാനിരിക്കുന്ന കാര്യത്തെക്കുറിച്ചുള്ള ചിന്തയാണോ, അതോ കഴിഞ്ഞ കാര്യത്തെക്കുറിച്ചുള്ള ചിന്തയാണോ? ആ ചിന്തയൊക്കെ നെഗറ്റീവ് ആണോ, പോസിറ്റീവ് ആണോ? കുറച്ചു നേരം ഒന്ന് ചിന്തിച്ചേ. അങ്ങനെ പെട്ടെന്ന് ചിന്തിച്ച ചിന്ത വരും. അതാണ് പറഞ്ഞത്, കുറച്ച് പണിയുള്ള കാര്യമാണിത്. നമ്മൾക്ക് മറ്റുള്ളവരെ കുറിച്ച് ചിന്തിച്ചാൽ പെട്ടെന്ന് മറുപടി കിട്ടും. നമ്മൾക്ക് നമ്മളെ കുറിച്ച് ചിന്തിക്കാൻ നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. നമ്മൾ എന്നും ഒരു മിനിറ്റ് എങ്കിലും നമ്മളെ കുറിച്ചൊന്ന് ചിന്തിക്കാൻ നമ്മൾ ഡെയിലി ടൈം സ്പെൻഡ് ചെയ്യാറുണ്ടോ? അല്ല, ഇപ്പൊ നമ്മൾ അങ്ങനെ ചിന്തിക്കാറില്ലല്ലോ, ഒന്നും ജീവിക്കാറില്ലല്ലോ. ആ ജീവിക്കാറുണ്ടാവുമ്പോ എന്താ ചെയ്യാ? അപ്പൊ എന്താന്ന് വെച്ചാൽ ഒരു ടെൻഷൻ വരുമ്പോ സ്ക്രോൾ ചെയ്യും, ബിസി ആവാൻ ശ്രമിക്കും. ബ്രെയിന് ഇതാണ് ഇഷ്ടം. അല്ലാതെ ഒരു പ്രോബ്ലം വരുമ്പോ എന്തുകൊണ്ട് എനിക്ക് പറ്റി, എനിക്ക് എങ്ങനെ ഇതിൽ ഓവർകം ചെയ്യാം, എന്റെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ, ഇനി എന്റെ ഭാഗത്തൊരു മിസ്റ്റേക്ക് ഉണ്ട് വെച്ചാൽ ഞാൻ അതെങ്ങനെ ഓവർകം ചെയ്യാം. ഓവർകം ചെയ്ത് കഴിഞ്ഞിട്ട് അത് വിടണം, അത് അവിടെ തന്നെ എടുത്തു വെക്കല്ല. അപ്പൊ മൊത്തം അങ്ങനെ മിസ്റ്റേക്ക് ഉള്ള ആളാണെങ്കിലോ? എന്താ മൊത്തത്തിലെ മിസ്റ്റേക്ക് ഉള്ള ആളാണെങ്കിലോ? മൊത്തത്തിൽ പെട്ടെന്ന് മിസ്റ്റേക്ക് വന്നിട്ടുള്ളതല്ല. ഒരാൾക്കും പെട്ടെന്ന് മൊത്തത്തിൽ മിസ്റ്റേക്ക് വരില്ല. അങ്ങനെയാണെങ്കിൽ ഇൻ കേസ് അങ്ങനെ അങ്ങനെ ആണെങ്കിൽ അങ്ങനെ പതിയെ പതിയെ ഒരാളുണ്ടാവാലോ. പതിയെ ശരിയാക്കാം. അങ്ങനെ ഒരാളുണ്ടാവാലോ, ഇല്ലാന്ന് പറയാൻ പറ്റുമോ? ഇപ്പൊ എന്നെ നോക്കൂ, എനിക്ക് കുറെ മിസ്റ്റേക്ക് ഉണ്ട്. എല്ലാവരുടേതായിട്ടുള്ള കുറവുകൾ ഉണ്ടാക്കും. നമ്മൾ എന്താന്ന് വെച്ചാല് ഇല്ല. ഇത് നമ്മളെയാണ് നമ്മൾ കാണാൻ പോകുന്നത്, നമ്മളെയാണ് അറിയാൻ പോകുന്നത്. ഞാൻ ഇവിടെ ഒരു വാദത്തിന് വന്നതല്ല കേട്ടോ. ഞാൻ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. വെരി ഗുഡ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും ഉപകാരം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ ഞാൻ സന്തോഷിക്കുന്നു. അപ്പൊ തീർച്ചയായിട്ടും. യെസ്, കൂടെയുള്ള ആളുടെ അടുത്തേക്ക് വരാം. അപ്പൊ നമ്മുടെ ബ്രെയിന്, ചിന്തകള്, ഇതൊക്കെ നമ്മൾ ആലോചിച്ചു. ഇനി ഞാൻ നിങ്ങളോട് ചാറ്റിൽ മാത്രം ഇട്ടാൽ മതി. ചാറ്റിൽ നിങ്ങൾ ഷെയർ ചെയ്യാം. നിങ്ങളുടെ ഡെയിലി രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ഒരു പാറ്റേൺ എടുത്ത ഉറങ്ങുന്ന സമയം വരെ, ഉറങ്ങുന്ന സമയത്ത് എന്താ ഇമോഷൻ നോക്കണ്ട, ബെഡിൽ കണ്ട് എത്തുന്ന സമയം വരെയുള്ള ആ ഒരു ജേണിയിൽ ശരിക്കും സമാധാനാണോ അതോ ടെൻഷനാണോ? സന്തോഷം എന്ന് പറയണ്ട, സന്തോഷം മാറ്റി വെക്കുക. സമാധാനാണോ ടെൻഷനാണോ? അതായത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? പോസിറ്റീവ് ആണ്. ഓക്കെ, ബാക്കിയുള്ളവരൊക്കെ ഒന്ന് ചാറ്റില് ഷെയർ ചെയ്യാം കേട്ടോ. ഒന്നുമില്ലെങ്കിൽ ചാറ്റിൽ പറയാ, അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പറയാം. ഇതൊക്കെ ബ്രെയിനെ കൊണ്ടാണ് നമ്മൾ ആക്ഷൻ എടുപ്പിക്കുന്നത്. രണ്ടും
ഓക്കെ, മിക്സഡ് ആണ്. ഈ മിക്സഡിനെയാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. ഇപ്പൊ മിക്സഡ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ എവിടുന്നാന്ന് അറിയാവുന്നത്? ബ്രെയിന് നമ്മളെ കൊണ്ട് പെട്ടെന്ന് തന്നെ മിക്സഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ആ ഒരു ട്രാക്ക് മനസ്സിലാവുന്നുണ്ടോ? നെഗറ്റീവ് ആണ് എന്ന് പറയുമ്പോൾ നമ്മളപ്പോ തന്നെ നെഗറ്റീവ് ആണെന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നം എനിക്കുണ്ടോ? ഞാൻ പോസിറ്റീവ് ആണെന്ന് പറയാൻ നമുക്ക് മടിയാണ്. അത്ര പോസിറ്റീവ് അല്ലല്ലോ. രണ്ടും കൂടി മിക്സഡ് ആണ്. രണ്ടും കൂടി മിക്സഡ് ആവും. പക്ഷെ 50-50 ഒരിക്കലും ആവില്ല. അപ്പൊ പറയും ഡിപ്പെൻസ് സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ്. ഓക്കെ, പക്ഷെ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു 55% ഹാപ്പിനെസ് കൊണ്ടുവരാൻ പറ്റും. അതിന്റെ മുകളിൽ പല രീതിക്കും പറ്റും. 51% കൊണ്ടുവരാൻ പറ്റും. 50-50 ആയിക്കൊണ്ടിരിക്കുമ്പോഴാണല്ലോ മിക്സഡ് ആണെന്ന് പറയുന്നത്. ക്ലിയർ ആണോ അല്ലയോ? എന്നോടെ പറഞ്ഞേ. ബ്രെയിന് നമ്മൾ 50-50 എന്നുള്ളതൊരു സംഭവം ഇല്ല. അത് ബ്രെയിന് നമ്മളെ പെട്ടെന്ന് തന്നെ ഈ ഒരു ക്വസ്റ്റ്യന് ആൻസർ തരാൻ വേണ്ടിയിട്ട് നമ്മളെ പെട്ടെന്ന് കൂടുതൽ ചിന്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ഒരു ആൻസർ എടുപ്പിക്കുന്നതാണ്. 50-50 എന്നുള്ളതില്ല. നമ്മൾക്ക് നമ്മളെ കൺഫ്യൂഷൻ ആക്കുകയാണ്. ക്ലിയർ? ഇനി നിങ്ങളൊന്ന് ആലോചിച്ചേ, ഇക്ക് നെഗറ്റീവ് ആയാലും കുഴപ്പമില്ല, പോസിറ്റീവ് ആയാലും കുഴപ്പമില്ല, 50-50 ഇല്ല, അതിന്റെ മുകളിലേക്ക് എന്താ ഉള്ളതെന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ ചിലർക്ക് ഒരു തലവേദന തുടങ്ങും, അല്ലെങ്കിൽ മൊത്തം ഒരു പുക പോലെ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ചിന്തിക്കാനുള്ള കഴിവില്ലാണ്ട് സ്റ്റെക്കായി പോകും നമ്മള്. പോസിറ്റീവ് ആണോ? ആയിക്കോട്ടെ. യെസ്, എല്ലാവരുടെയും മറുപടി ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. ഒരാൾക്കും ഫുള്ളി പോസിറ്റീവ് ആയിട്ടൊന്നും ഒരു മനുഷ്യർക്കും ഫുള്ളി, അതായത് 100% ഒന്നും ഫുള്ളി ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റില്ല കേട്ടോ. അത് അങ്ങനെയാണ്. നമ്മൾ എല്ലാതും പോസിറ്റീവ് എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല. നമ്മൾ പക്ഷെ നോക്കണം, 51 ഉണ്ടോ, എനിക്ക് 52 ഉണ്ടോ. 50-50 ട്രാപ്പാണ്. 50-50 നിങ്ങൾക്ക് കിട്ടിയോ, നിങ്ങൾ ട്രാപ്പാണ്. അതായത് അതൊരു കുഴിയാണ്. നമ്മള് 1%, നിങ്ങൾ ഇനി ഓൾവേസ് നെഗറ്റീവ് എന്നുള്ളതൊക്കെ ഒരു നമ്പർ ആക്കി മാറ്റി വെക്കുക. 100ൽ ഇത്ര പെർസെൻറ്റേജ് പോസിറ്റീവ്, ഇത്ര ഒരു ആവറേജ് എടുത്താൽ മതി. ഇത്ര പെർസെൻറ്റേജ് പോസിറ്റീവ്, ഇത്ര പെർസെൻറ്റേജ് നെഗറ്റീവ്. ഇനി സ്ട്രെസ് ഉള്ള ജോലി ചെയ്യുന്നവരൊക്കെ ആണ് എങ്കിൽ അവിടെ കുറെ ഡെയിലി ലൈഫിന്റെ ഒരു 8 മണിക്കൂറും 6 മണിക്കൂറും ഒക്കെ ജോലി ഭാരം കൊണ്ട് നമുക്ക് നെഗറ്റീവും പോസിറ്റീവും ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷെ അത് നമ്മളെ വീട്ടിൽ വന്നാൽ തന്നെ ബാധിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മളെ സ്വഭാവത്തെ അത് ബാധിക്കുന്നുണ്ടോ? അങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിച്ചോക്കെ, വെറുതെ ചുമ്മാ ചിന്തിച്ചാൽ മതി. ഉണ്ട്. എന്നിട്ട് വേണം ഇനി അടുത്ത സ്വഭാവത്തെ സെഷൻ ഞാൻ ദേഷ്യമായിട്ട് എടുക്കണോ വേണ്ടേന്നൊക്കെ എനിക്ക് ആലോചിക്കാൻ. സ്വഭാവത്തെ ദേഷ്യമായിട്ട് ബാധിക്കുന്നുണ്ട്. ദേഷ്യമായിട്ട് ബാധിക്കും. ഇപ്പൊ സാറിന് ഒരു പോയിന്റ് കിട്ടിയില്ലേ? ഉം. ആ, ഇങ്ങനെ നമ്മൾ ചിന്തിച്ചു തുടങ്ങിയാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ പല വീട്ടമ്മമാർക്കും ടെൻഷനോട് കൂടിയിട്ടാണ് നിൽക്കുന്നത്. ഒന്നുമില്ലെങ്കിൽ നേരം വൈകിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇനിയിപ്പോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണ്ടേ, കുട്ടികളെ പറഞ്ഞയക്കണ്ടേ, പിന്നെ കുട്ടികളെ വിളിക്കുകയെന്ന് വിചാരിക്കാം. സ്കൂളിൽ പറഞ്ഞയക്കാൻ വിളിക്കുന്ന ഒരു അമ്മയുടെ ഒരു അവസ്ഥ എന്തായിരിക്കും? ടെൻഷനാണ്. എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മൾ ബലം പിടിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഒന്നും കൂടെ എനിക്ക് ഉറക്കെ സംസാരിക്കേണ്ടി വരും. ഓക്കെ, പിന്നെ ആ അമ്മ ബാലൻസ് ചെയ്യാണ്, കിച്ചണും ബെഡ്റൂമും കൂടി ബാലൻസ് ചെയ്യാണ്. ആ ഒരു 1.5 മണിക്കൂർ നടത്തുന്ന യുദ്ധം ഏത് ഇമോഷനിലായിരിക്കും? നെഗറ്റീവിലായിരിക്കും. വിചിത്രമായൊരു ഇമോഷൻ അയക്കുന്നപ്പോ. ആ ഇമോഷൻ, പക്ഷെ അത് ഭയങ്കര അടിപൊളി ഇമോഷനാണ്. കാരണം നമ്മളെ പ്രൊഡക്ടിവിറ്റി ഭയങ്കര ഹൈ ലെവലിൽ എത്തിക്കുന്ന ഒരു ടൈമാണത്. പക്ഷെ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഭക്ഷണം വിളമ്പുന്ന സമയത്ത്, കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന സമയത്താണെങ്കിലും ഭക്ഷണം വിളമ്പുന്ന സമയത്താണെങ്കിലും കുട്ടികളോട് നെഗറ്റീവ് പറയാതിരിക്കുക. ഇഷ്ടമില്ലാതെ ഫുഡ് വെക്കുന്ന ഒരു അവസ്ഥ നമ്മൾ മാറ്റുക. ഫുഡ് ഇഷ്ടപ്പെട്ടിട്ടോ ഇഷ്ടപ്പെടാതെയോ അത് എങ്ങനെയാണെങ്കിലും വെക്കാം, പക്ഷെ ഉള്ളിന്റെ ഉള്ളിലുണ്ടല്ലോ നമ്മൾ ഓക്കെ ആയിരിക്കണം. ഓക്കെ, ഇത് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല. എന്റെ ഭാഷ അല്ലെങ്കിൽ ഞാൻ പറയുന്ന വേർഡുകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, അപ്പോ ഇനി അച്ഛൻ രാവിലെ എഴുന്നേൽക്കുന്ന പ്രതീക്ഷകളോട് കൂടിയിട്ടാണ്. ഇനിയിപ്പോ ജോലിക്ക് പോകണം. ജോലി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ എനിക്കൊരു ക്ലയന്റ് ഉണ്ടായിരുന്നു, സൗദിയിലാണ് ജോലി ചെയ്യുന്നത്, ലക്ഷങ്ങളാണ് സമ്പാദിക്കുന്നത്. പക്ഷേ ആ ഒരു ഹെഡ് നിൽക്കുന്നത്, ഞാൻ പൊസിഷൻ ഒന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ അവരുടെ പ്രശ്നം എന്താ അറിയോ? ഫുള്ള് ഫിയർ ആണ്.
രാത്രി കിടക്കുമ്പോൾ ഭയാണ് രാവിലെ ജോലിക്ക് പോകണ്ടേന്ന്. വെള്ളിയാഴ്ച വന്നു കഴിഞ്ഞാൽ വെള്ളിയാഴ്ച ഓക്കെയാണ്, ശനിയാഴ്ച ഓക്കെയാണ്, പക്ഷെ ഞായറാഴ്ച മുതൽ ടെൻഷനാണ്. കാരണം തിങ്കളാഴ്ച ജോലി ഉണ്ടാവുള്ളൂ, തിങ്കളാഴ്ച പോകണ്ടേ എന്ന് ആലോചിച്ചിട്ട്. കോടീശ്വരനാണ്, പക്ഷെ സമാധാനം ഇല്ലാത്ത ജോലിയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് കുറെ കാശുണ്ടായിട്ട് സമാധാനിച്ചിരിക്കാന്ന് പറയുമ്പോഴത്തേനും ഇവര് വർഷങ്ങളായിട്ട് ഈ പാറ്റേണിലാണ് നിൽക്കുന്നത്. ഇപ്പൊ വേണമെങ്കിൽ സമാധാനമായിട്ട് ജീവിക്കാം, പക്ഷെ ബ്രെയിൻ ഇതേ പാറ്റേണിലായി ആയിട്ട് നൂൽപുട്ട് പരിവായി. നൂൽപുട്ട് എന്ന് പറഞ്ഞാൽ അറിയോ? ഇടിയപ്പം. അതുപോലെ അത് വേവിച്ചു കഴിഞ്ഞാലുള്ള ഒരു അവസ്ഥ അറിയാലോ. വേവിക്കുന്നതിന് മുന്നേ ആണെങ്കിൽ പിന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. വേവിച്ചു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? അത് പിന്നെ അതിൽ നിന്ന് എടുത്ത് മാറ്റാന് നൂല് പോലെ ആക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നമ്മള് ശരിക്കും സന്തോഷമില്ലാത്ത അവസ്ഥ നമ്മൾ ത്യാഗമായിട്ടും അല്ലെങ്കിൽ സഹിക്കലായിട്ടും കുടുംബത്തിന്റെ ഉത്തരവാദിത്തമൊക്കെ ആയിട്ടൊക്കെ നമ്മൾ കൂട്ടും. പക്ഷേ ഇതിന്റെ പുറകിലൂടെ ഒരു അടിയൊഴുക്കുണ്ട്, നമ്മളെ സ്വഭാവത്തെ ഇത് എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത്. ഈ സ്വഭാവത്തെ ബാധിക്കുന്ന പല കാര്യങ്ങളാണ് പിന്നീട് നമ്മളെ നല്ല സ്വഭാവത്തെ മാറ്റിക്കളയും. നന്നായി ശാന്തമായി സംസാരിക്കുന്ന ഒരു മരുമകളാണെന്ന് കരുതുക. ഞാൻ എല്ലാ ഏരിയയും നോക്കുന്നുണ്ട്. ആ മരുമകൾ ആ വീട്ടിലോട്ട് വരുമ്പോ തന്നെ സന്തോഷമായിട്ട് മുന്നോട്ട് പോകണം, ജീവിതത്തിൽ നല്ലൊരു മരുമകളാവണം, നല്ലൊരു ഭാര്യയാകണം എന്നൊക്കെ കരുതിയിട്ടാണ് വരുന്നത്. ഓക്കെ, ആദ്യമൊക്കെ നല്ല ക്ഷമ, നല്ല സാധനം, നല്ല കുട്ടി, അതായത് എന്ത് പറഞ്ഞാലും കേൾക്കും, പണിയൊക്കെ ചെയ്യും, എല്ലാതും. പിന്നീട് ഈ ലേഡി പ്രഗ്നന്റ് ആയപ്പോഴും എല്ലാവരും കെയർ ചെയ്യുന്നുണ്ട്, അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ പ്രസവിച്ച് കുട്ടിയായി. ആ സമയത്ത് കുട്ടിക്ക് ഉണ്ടാകുന്ന അതായത് ഈ ലേഡിക്ക് ഉണ്ടാകുന്ന, ഈ മദറിന് ഉണ്ടാകുന്ന പല പ്രയാസങ്ങളും ഉണ്ട്. ആ സമയത്ത് ശരിക്കും ഇവരെ കെയർ ചെയ്തിട്ടില്ലെങ്കിൽ ഇവർക്ക് ഭയങ്കര ഫ്രസ്ട്രേഷൻ ആയിരിക്കും. ഇനി അതവിടെ നിൽക്കട്ടെ, അത് ഒരു ബോഡിയുടെ അവസ്ഥ. ഇതൊക്കെ കഴിഞ്ഞ് 1-2 കുട്ടികളൊക്കെ ആയതിനു ശേഷം പിന്നെയും ഇവർക്കൊരു സ്പേസ് ആ വീട്ടിൽ കിട്ടാതിരിക്കുമ്പോൾ എന്തെങ്കിലും ചെറിയ കാര്യം വരുമ്പോൾ പെട്ടെന്ന് പൊട്ടിത്തെറിക്കും. അപ്പോ ഇത് ഇന്ന് പൊട്ടിത്തെറിക്കാനുള്ളതല്ല, വർഷങ്ങളായിട്ട് ആ ലേഡി ഉള്ളിൽ ഒതുക്കി വെച്ച സഹനത്തിന്റെയും ക്ഷമയുടെയും ഒക്കെ ഭാഗമായിട്ട് ഒതുക്കി വെച്ചിട്ടുള്ള കാര്യമാണ് പെട്ടെന്ന് ഒരു ദിവസം പുറത്തേക്ക് വരുന്നുണ്ടായിരിക്കും. അപ്പൊ അന്ന് മുതൽ ആ വീട്ടിലെ ഏറ്റവും വില്ലത്തി ആ ലേഡി ആയിരിക്കും. ഓ, ഇവള് ഭയങ്കര സ്വഭാവം ഭയങ്കര മാറിപ്പോയി, എന്നോട് അങ്ങനെ സംസാരിച്ചു, ഇങ്ങനെ സംസാരിച്ചു. അപ്പൊ എന്താ അവിടെ സംഭവിക്കുന്നത്? ഇത്രയും വർഷം നല്ലൊരു പേരിന് വേണ്ടി, അല്ലെങ്കിൽ നല്ലൊരു ഹ്യൂമൺ ആകാൻ വേണ്ടി, നല്ലൊരു വ്യക്തിയാകാൻ വേണ്ടി കുറെ കാര്യങ്ങൾ സഹിച്ചു. പക്ഷെ ചുറ്റുപാട് മാറാത്തത് കൊണ്ട് പെട്ടെന്ന് ആ വ്യക്തിക്ക് ഇത് ഹോൾഡ് ചെയ്യാൻ പറ്റാതെ പെട്ടെന്ന് ഇതൊക്കെ കൂടി പുറത്തു വന്നു. ക്ലിയർ? ഒരുപാട് കുടുംബത്തിൽ ഉണ്ടാകുന്ന കാര്യമാണ്. ആദ്യം മുതലേ ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്ന ഒരു ലേഡി ആണെങ്കിലോ സർട്ടിഫിക്കറ്റ് ഒന്നും കിട്ടില്ലായിരിക്കും, പക്ഷെ ആളെ വല്ലാതെ ഇങ്ങനെ ബാധിക്കില്ല. ഓരോ വീട്ടിലും ഓരോ അവസ്ഥകളായിരിക്കും. ക്ലിയർ? ഒരാളെന്നോട് പറയാണ്, ഒരു സ്ത്രീയാണ്, ഒരു കൗൺസിലിങ്ങിന് വിളിച്ച സമയത്ത് പറയാണ്, ആരാണ് എന്നുള്ളതൊന്നും പറയില്ല, അവരുടെ കൂടെ ജീവിക്കുന്ന ഒരു വ്യക്തി, അതിപ്പോ ഹസ്ബൻഡ് ആണോ ഇൻലോസ് ആണോ എന്നൊന്നും പറയില്ല, അവരെന്റെ ജീവിതത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പോയിരുന്നെങ്കിൽ, അതായത് മരണപ്പെട്ടു പോയിട്ടിരുന്നെങ്കിൽ കൂടി എനിക്ക് സമാധാനമായിരുന്നു എന്ന് പോലും ഞാൻ ചിന്തിച്ച ദിവസങ്ങളുണ്ട് എന്ന്. അതിനോടൊപ്പം എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ജീവിച്ചിരിക്കെ നമ്മൾ മരിച്ചു പോയെങ്കിൽ എന്ന് ഏതെങ്കിലും ഒരു മനസ്സിൽ ആലോചിക്കുന്നുണ്ട് എങ്കിൽ അതിനേക്കാൾ മോശമായിട്ടുള്ള ഒരു അവസ്ഥ എന്താണ് നമുക്കുള്ളത്? നമ്മളുടെ സ്വഭാവ ഗുണം കൊണ്ടാണ് മറ്റൊരാൾ അങ്ങനെ ചിന്തിക്കുന്നത്. ഡിപ്പെൻസ് പല കാര്യങ്ങളും ഉണ്ടായിരിക്കട്ടെ. ഇന്നിപ്പോ സോഷ്യൽ മീഡിയയിലൊക്കെ പല രീതിക്കുള്ള കാര്യങ്ങൾ നമ്മൾ അറിയുന്നതാണ്. ഓക്കെ, അപ്പോ നമ്മൾ വേറൊരാളെ എത്രത്തോളം ഇമോഷണലി ബ്രേക്ക് ആക്കുന്നു, അയാളുടെ മനസ്സിൽ അതിനേക്കാൾ 10 ഇരട്ടി 100 ഇരട്ടി പ്രതികരിച്ചിട്ടില്ലെങ്കിൽ കൂടി അയാൾക്ക് നമ്മളോട് നെഗറ്റീവ് ഇമോഷൻ ഉണ്ടാകോ ഇല്ലേ? ഉണ്ടാകും. ഓക്കെ, യെസ്. അപ്പോ നെഗറ്റീവ് വിത്തിട്ട് കഴിഞ്ഞാൽ നെഗറ്റീവ് ആണ് അവിടെ മുളക്കുക. നമ്മൾ ആരുടെങ്കിലും ലൈഫിൽ കൊണ്ടുപോയിട്ട് ആവശ്യമില്ലാണ്ട് നെഗറ്റീവ് വിത്തിടുന്നുണ്ടോ എന്ന് ഇന്ന് മുതൽ ചിന്തിക്കാം. അതാണ് ഇന്നത്തെ ഒരു പോയിന്റ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഈ സന്തോഷം എന്നുള്ളത് ഒറ്റയടിക്ക് ഇങ്ങോട്ട് വരുന്ന ഒരു സംഭവമല്ല. നമ്മളുടെ കർമ്മ, നമ്മളുടെ ഡെയിലി ലൈഫ്, നമ്മൾ ചിന്തിക്കുന്നത്, നമ്മളുടെ വാക്ക്, നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ, നമ്മളുടെ ഹെൽത്ത് കണ്ടീഷൻ, നമ്മളുടെ ചിന്ത, ഇതൊക്കെ കണക്ട് ചെയ്തിട്ടാണ്.
നിങ്ങൾക്ക് സമാധാനമായിട്ട് ഉറങ്ങണമെങ്കിൽ ആദ്യത്തെ ഒരു ടിപ്പ്, നമ്മളെ കുറിച്ച് ആദ്യം ചിന്തിക്കുക. നമ്മൾ എങ്ങനെയാണ്, നമുക്ക് എങ്ങനെയാണ് ഈ ഒരു അവസ്ഥ വന്നത്, ചിന്തിച്ചതിന് ശേഷം നിങ്ങൾ അതൊക്കെ ഒന്ന് എഴുതി വെക്കുക. ഉറങ്ങുന്ന സമയത്ത് ചിന്തകൾ എന്താണ് എനിക്ക് വരുന്നത്, ചിന്തിക്കാൻ പറ്റുമോ? എന്താ നമ്മളെ കുറിച്ച് അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? സാർ ഒന്ന് പ്രാക്ടീസ് ചെയ്യൂ. അത് അതല്ല തീർച്ചയായിട്ടും ചിന്തിക്കാൻ പറ്റും. അതുകൊണ്ടല്ല, ആ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല ഒരു ദിവസം. അപ്പൊ എല്ലാം കൂടെ ചിന്തിച്ച വട്ടായി പോകില്ലേ? എല്ലാതും കൂടി ചിന്തിക്കേണ്ട. നമ്മൾ ഉറങ്ങുന്ന ഒരു സമയത്ത് നമുക്ക് ദിവസത്തെ എന്തെങ്കിലും ഒരു ദിവസത്തെ പ്രയാസങ്ങൾ, കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കണ്ടേ? എന്താ അല്ല, ഇന്ന് നമ്മൾ കിടക്കാൻ നേരത്തെ ഇന്നത്തെ കാര്യം ചിന്തിച്ചാലേ ഉം, ഒരു ദിവസത്തിൽ ഒരുപാട് സംഗതികൾ നടന്നിട്ടുണ്ടാവില്ലേ? ഉം. എന്നെ സംബന്ധിച്ച് ഒത്തിരി സംഗതികൾ നടക്കാറുണ്ട് ഒരു ദിവസം. അപ്പൊ അതിനകത്ത് കൂടുതലും നെഗറ്റീവ് ആയിരിക്കും, ചിലപ്പോൾ പോസിറ്റീവ് ആയിരിക്കും. പക്ഷെ നമ്മൾ അതൊക്കെ ചിന്തിച്ച് നമുക്ക് മൊത്തത്തില് ഭയങ്കരമായിട്ട് കൺഫ്യൂസ് ആവില്ലേ? ഇങ്ങനെയുള്ള ഒരു അവസ്ഥയാണെങ്കിൽ നിങ്ങൾ ഒന്നും ചിന്തിക്കേണ്ട. ചിന്തിക്കുക എന്നുള്ള ചിന്ത കൊണ്ട് പ്രയാസമാണെങ്കിൽ ചിന്തിക്കാതിരിക്കുക, നല്ല നോ ഇഷ്യൂ. അത് Yes. ചില ആളുകൾക്ക് ഈ ചിന്ത അങ്ങനെ കയറി വരും. ആ അവൻ എന്നോട് അങ്ങനെ പറഞ്ഞത് എന്തുകൊണ്ടാ, ഞാൻ അങ്ങനെ ചെയ്തില്ലല്ലോ, ഇവൻ അങ്ങനെയില്ല. എന്നോട് അങ്ങനെ. ഞാൻ പൊതുവായിട്ട് പറയാം, ഇങ്ങനെ ഓക്കെ. ഇങ്ങനെ എന്തുകൊണ്ടായിരിക്കും ബോസ് എന്നോട് പറഞ്ഞത്, ഞാനല്ലല്ലോ അതിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി ഞാൻ ഏറ്റെടുക്കേണ്ടി വന്നത് എന്തുകൊണ്ടാ, അല്ലെങ്കിൽ ഞാൻ ഇത്രയും നല്ല വർക്ക് ചെയ്തിട്ടും അവരെന്നെ അപ്രീഷിയേറ്റ് ചെയ്യാത്തത് എന്തുകൊണ്ട്, ഞാൻ നല്ല കറി ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കി കൊടുത്തിട്ടും എന്തുകൊണ്ട് എന്റെ ഹസ്ബൻഡ്, എന്തുകൊണ്ട് എന്റെ ഇക്ക ഒന്നും നല്ലത് പറയാതിരുന്നത്, അങ്ങനെ ഒരുപാട് ആളുകൾ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഞാൻ നിങ്ങളോട് എല്ലാവരോടും കൂടി ചോദിക്കാം, നിങ്ങൾ കിടക്കുന്ന സമയത്ത് നിങ്ങൾ പാസ്റ്റിനെ കുറിച്ചിട്ടാണ് ഫ്യൂച്ചറിനെ കുറിച്ചിട്ടാണ് ചിന്തിക്കുന്നത്? ഇപ്പൊ പറഞ്ഞല്ലോ നെഗറ്റീവ് ഗിൽറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്ന്. ഒരാളൊന്ന് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ചാറ്റിൽ ഇടുകയാണെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കുകയാണെങ്കിലും കുഴപ്പമില്ല. യെസ്, ഷഹബിന. മാം, യെസ്, പറയൂ. ഞാൻ അധികം ചിന്തിക്കാറ് മുമ്പ് പിന്നെ നെഗറ്റീവ് ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഈ ഒരു സാഹചര്യത്തില് കുറച്ചു കാലമായിട്ട് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ ഫ്യൂച്ചറാണ്. എനിക്ക് ഇനി ലേൺ ചെയ്യാനുള്ള കാര്യങ്ങൾ, ഇനി ഏൺ ചെയ്യാനുള്ള കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളാണ്. പിന്നെ നാളേക്ക് എനിക്ക് നാളത്തെ ദിവസം ഞാൻ ചെയ്യാനുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ദൂരത്തേക്ക് നമുക്ക് സെറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചാണ് ഇപ്പൊ ചിന്തിക്കാറുള്ളത്. എപ്പോ മുതലാണ് അങ്ങനെ ഒരു മാറ്റം വന്നു തുടങ്ങിയത്? ഞാൻ പറയട്ടെ. അല്ല, അങ്ങനെയല്ല, അതായത് പണ്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയാം, ഓട്ടോമാറ്റിക് ആയിട്ട് വന്നതാണോ, അല്ല അല്ല, ഷാബിൻ തന്നെ എന്തെങ്കിലും ഡിസിഷൻ എടുത്തിട്ട് അങ്ങനെ മാറ്റിയതാണോ എന്നാണ് ചോദിക്കുന്നത്. ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടാണ്. കാരണം ഞാൻ ഇപ്പൊ ഇവിടെ പറഞ്ഞിട്ടില്ല, പറയാണ്. ഞാൻ മാമിന്റെ സ്റ്റുഡന്റ് ആണ്. ഹാപ്പിനെസ് ലൈഫ് കോച്ചിൽ മാമിന്റെ സ്റ്റുഡന്റ് ആയിരുന്നു. ഇപ്പം കോഴ്സ് കഴിഞ്ഞു, ജൂനിയർ ഹാപ്പിനെസ് ലൈഫ് കോച്ചാണ്. അപ്പം അവിടുന്ന് ആ ഒരു സ്റ്റഡിയുടെ ശേഷമാണ് എനിക്ക് എൻ്റെ ഇമോഷൻസിനെ കുറിച്ചും ഞാൻ കടന്നു പോയിട്ടുള്ള അവസ്ഥകളെ കുറിച്ചും, എൻ്റെ വർത്തമാനകാലത്ത് ഞാൻ കടന്നു പോകുന്നതിനെ കുറിച്ചും, അതിനെങ്ങനെ മാറ്റണം എന്നും, ഗോൾ എങ്ങനെ സെറ്റ് ചെയ്യണം എന്നും, ഫ്യൂച്ചർ എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം എല്ലാം ആ ഒരു ലെവലിലാണ് മാമിന്റെ ആ ഒരു ക്ലാസ്സും അതിന് ശേഷമുള്ള ഓരോരോ ഓക്കെ ഷാബിന, മീറ്റിംഗ്സ് ഒക്കെ തന്നെ. അപ്പൊ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കാം. മുന്നേ ഉള്ള ഷാബിന എങ്ങനെയായിരുന്നു, ഇപ്പൊ ഉള്ള ഷാബിന, അതായത് ഷാബിന ആക്ഷൻ എടുത്തപ്പോഴാണ് ഷാബിനയുടെ ലൈഫിൽ മാറ്റം വന്നത്. ഒന്നും അറിയണ്ട, കുട്ടികളോടുള്ള പെരുമാറ്റം മാത്രം ഒന്ന് പറയാം. ഞാനങ്ങനെ പൊട്ടിത്തെറിക്കുന്ന ആളായിരുന്നു. അതായത് എന്റെ എല്ലാ ഫ്രസ്ട്രേഷനും മക്കളാണല്ലോ നമ്മളെ അടുത്ത് പ്രതികരിക്കാതിരിക്കുക, അവരുടെ അടുത്താ കൊണ്ടുപോയിടുക എല്ലാ കാര്യങ്ങളും. പുറത്തൊക്കെ എത്രത്തോളം സന്തോഷം അഭിനയിച്ചും ഓഫീസിലാണെങ്കിലും ക്ലയൻസിന്റെ അടുത്ത് മീറ്റിംഗ്സിലും പ്രോഗ്രാംസിലും ഒക്കെ തന്നെ അത്രയും നല്ല ചിരിച്ച്, ഉള്ളിൽ ടെൻഷൻ ഉണ്ടെങ്കിലും പുറത്തൊന്നും കാണിക്കാതെ അങ്ങനെ പിടിച്ചു വെച്ചിട്ട് എല്ലാം കൊണ്ടുപോയിട്ട് പൊട്ടിക്കാനുള്ളതായിരുന്നു എനിക്ക് വീട്. ഇപ്പൊ അവിടുന്നൊക്കെ ഇപ്പൊ എനിക്ക് ദേഷ്യം വന്നാലും ഒക്കെ തന്നെ കുറെയൊക്കെ കൺട്രോൾ ചെയ്യാനും, അത് അങ്ങനെ ആയിരിക്കും, അവര് എന്ത് വിചാരിക്കും, അവരെ അത് ബാധിക്കും, അങ്ങനെയൊക്കെ മനസ്സിലാക്കാനും കഴിഞ്ഞു. പക്ഷെ ഇപ്പൊ എന്താ വെച്ചാൽ അങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഇങ്ങനെ പിടിച്ചു വെക്കേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് തന്നെ സ്വയം മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു ലെവല്, ആ ഇമോഷന്റെ ലെവൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൂളാക്കി കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സന്തോഷമില്ലാത്തൊരു അവസ്ഥ എന്ന് വെച്ചാല് നമ്മുടെ പ്രൊഡക്ടിവിറ്റിനേക്കാൾ കൂടുതൽ ബാധിക്കുക നമ്മുടെ പേഴ്സണൽ ലൈഫിനെയാണ്. പേഴ്സണൽ ലൈഫിനെ എന്ന് പറയുമ്പോൾ അടുത്ത ജനറേഷനെ, നമ്മുടെ കൂടെയുള്ള റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന എല്ലാ ആളുകളെയും ഇതിന് ബാധിക്കും. യെസ്, ഒരു കോഴി കൂവുന്നുണ്ടെങ്കിൽ നമ്മൾ ദേഷ്യപ്പെട്ടിരിക്കുന്ന സമയത്ത് ഒരു കോഴി കൂവുകയാണെങ്കിൽ നമുക്ക് കോഴിയോട് സ്നേഹമാണോ തോന്നുക? ഒരു കാക്ക കരയുകയാണെങ്കിൽ നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് നിൽക്കുന്ന അടുത്ത് ഒരു കാക്ക ഇങ്ങനെ ഇരുന്ന് കരയാണ്, അപ്പൊ നമുക്ക് എന്താ, നമുക്ക് പ്രകൃതിയോട് പോലും ദേഷ്യം തോന്നും എന്നാണ് പഠനങ്ങൾ പറയുന്നത്.
എന്തിനാ ഇപ്പൊ ഈ കാക്ക കരയുന്നേ? അങ്ങനെ പല ആളുകളും ഭയങ്കരമായിട്ട്, അതായത് എടുത്തു വെച്ച ദേഷ്യം പുറത്ത് കാണിക്കുന്നത് പല രീതിയിലാണ്. ചില കുട്ടികൾ കണ്ടിട്ടില്ല, വടി എടുത്തിട്ട് എല്ലായിടത്തും ഇങ്ങനെ ഇങ്ങനെ അടിച്ചടിച്ച് നിൽക്കും. അവർക്ക് കിട്ടിയിട്ടുള്ള കുറെ കാര്യങ്ങൾ പ്രതികരിക്കാൻ അവർക്ക് പറ്റാത്തത് കൊണ്ട് ഒക്കെ എടുത്തു വെച്ചിട്ട് ഏതെങ്കിലും രീതിയിൽ പ്രതികരിക്കാൻ. പല കുട്ടികളെ കാര്യം പറയുമ്പോൾ ഇനി നിങ്ങളെ മക്കൾ ആരെങ്കിലും അങ്ങനെ ഉണ്ട്, ഇതുകൊണ്ട് മാത്രം ഉണ്ടാവണമെന്നില്ല. പല രീതിക്ക് കുട്ടികൾക്ക് ഹാബിറ്റ് ഉണ്ടായിരിക്കാം. യെസ്. ഇനി എഗെയിൻ ഞാൻ തിരിച്ചു വരികയാണ്. സന്തോഷമില്ലാത്തൊരവസ്ഥ വരുമ്പോൾ അത് ആദ്യം തിരിച്ചറിയേണ്ടത് ഞാനാണ്. അല്ലാതെ വർഷങ്ങൾ കഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലും നിനക്ക് എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്നാ നീ ഒരു കൗൺസിലറെ കാണിച്ചോളൂ എന്ന് പറയണ വരെ നിൽക്കരുത്. സന്തോഷമില്ലാത്ത അവസ്ഥ എപ്പോഴും നമ്മുടെ ലൈഫിൽ ഉണ്ടായിരിക്കും. അത് തിരിച്ചറിഞ്ഞ് അതിന് നമ്മൾ എങ്ങനെ കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും റിക്കവർ ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യം. നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടോ ഇതൊക്കെ? കോളേജിൽ പഠിച്ചിട്ടുണ്ടോ? എന്നെ ആരും പഠിപ്പിച്ചിട്ടില്ല. ഒരു ലൈഫ് തുടങ്ങുന്ന സമയത്ത് നമുക്ക് ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ? നിനക്ക് ദേഷ്യം വരുമ്പോ നീ അടക്കി പിടിച്ചിരിക്കണം, നീ നല്ലൊരു ഭാര്യയായിട്ട് അത് സഹിച്ചിരിക്കണം. സഹിക്കണം, പക്ഷെ സഹിക്കല്ല, ക്ഷമിക്കുകയാണ് വേണ്ടത്. ക്ഷമിക്കുമ്പോ എന്താ സംഭവിക്കുക? അത് വിട്ടുകൊടുക്കും. പിന്നെ അയാളോടുള്ള ദേഷ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവില്ല. പക്ഷെ സഹിക്കുമ്പോ എന്താ ചെയ്യാ? അതങ്ങോട്ട് എടുത്തു വെക്കും. മുഖത്ത് നോക്കി പറയണില്ലെങ്കിൽ ഉള്ളിന്റെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംസാരിക്കാറില്ലേ? നിങ്ങളൊക്കെ ഒന്ന് മനസ്സിലൊന്ന് വിചാരിച്ച, ദേഷ്യപ്പെട്ടിരിക്കുന്ന സമയത്ത് നമ്മളൊക്കെ അവരോട് പറയാൻ, ബോസിനോടായിക്കോട്ടെ, പാർട്ട്ണറുടെ ആയിക്കോട്ടെ, ആരോടായിക്കോട്ടെ, ഉള്ളിൽ എന്തൊക്കെ കാര്യങ്ങൾ ധൈര്യമില്ലാണ്ട് ഉള്ളിന്റെ ഉള്ളിൽ പറയുന്നുണ്ടായിരിക്കും. പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ടായില്ലേ? അത് എവിടെ പറയുന്നേ? നമ്മളുടെ ഉള്ളിലാണ് പറയുന്നത്. നമ്മളാണ് അത് പിന്നെ ഡെപ്പോസിറ്റ് ചെയ്ത് വെക്കുന്നത്, ആ ഇമോഷൻസിനെ. ക്ലിയർ? അപ്പോ ഇനി ഞാൻ നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ലൈഫിന്റെ ഭാഗമായിട്ട് ഞാൻ കുറച്ച് സന്തോഷങ്ങൾ പഠിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ചെയ്യുന്നത്. എല്ലാ മൺഡേയും ഒരു കുഞ്ഞു ടോപ്പിക് സീരീസ് ആയിട്ട് നമ്മളുടെ മൺഡേ സെഷനിൽ എല്ലാവർക്കും ജനറൽ ആയിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എന്താണ് നിങ്ങളുടെ ഒക്കെ ഒരു അഭിപ്രായം? ആവശ്യമുണ്ടോ? ഓഫ് കോഴ്സ്, തീർച്ചയായും മാം. ഞാൻ എല്ലാവരുടെയും കുറച്ചു പേരുടെ ഒരു അഭിപ്രായം ഞാൻ കേൾക്കാനോ അല്ലെങ്കിൽ ചാറ്റ് ബോക്സിലോ കാണാനോ ആഗ്രഹിക്കുന്നുണ്ട്. യെസ്. അപ്പോ നിങ്ങൾ ഇന്ന് മുതൽ വേറെ ആരെയും നോക്കണ്ട, നിങ്ങൾ ഓരോരുത്തരെയും നോക്കുക. ഞാനിപ്പോ ഏത് അവസ്ഥയിലാണ് ഉള്ളത്? ഞാൻ എൻ്റെ ദേഷ്യം ആരോടാണ് പ്രകടിപ്പിക്കുന്നത്? ശരിക്കും ഞാൻ കിടക്കുന്ന സമയത്ത്, ഇനി നിങ്ങൾക്കുള്ളൊരു അടുത്ത ആഴ്ച വരെ സെഷൻ ഉണ്ടല്ലോ, ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് നമ്മുടെ സെഷൻ ഉണ്ടായിരിക്കുക. ഇപ്പൊ ബ്രെയിൻ ഒരു വല്ലാത്ത അവസ്ഥയിലായിരിക്കും. കുറെ കാര്യങ്ങൾ കേട്ട് കുറച്ച് മനസ്സിലായിട്ടുണ്ടാവും, കുറച്ച് മനസ്സിലായിട്ടുണ്ടാവില്ല, കൺഫ്യൂഷൻ സ്റ്റേറ്റ് ഉണ്ടായിരിക്കും, കുറെ പുക പോലെ ഉണ്ടായിരിക്കും. അപ്പോ ഇന്ന് നിങ്ങൾ ഒരു കാര്യം ആലോചിച്ചാൽ മതി. രാത്രി കിടക്കുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫിൽ ഇന്നുണ്ടായ നല്ല കാര്യങ്ങളെ കുറിച്ച് മാത്രം ആലോചിക്കുക. എന്നിട്ട് നിങ്ങൾ ബ്ലെസ്സിങ്, അതായത് ജീവിതത്തിൽ ഇന്ന് സംഭവിച്ച എല്ലാ ബ്ലെസ്സിങ്ങിനോടും നന്ദി പറഞ്ഞിട്ട് കിടക്കും. ഓക്കെ? അതിന്റെ ഇടയിൽ നെഗറ്റീവും വരും. നെഗറ്റീവ് വന്നോട്ടെ, അപ്പൊ വരില്ലേ എന്ന് പറയണ്ട, വന്നിട്ട് അങ്ങോട്ട് പോയിക്കോട്ടെ. അതിന് പെട്ടെന്ന് ഒരു വഴി നമ്മൾ തടസ്സം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് കൂടുതൽ ശക്തിയോടുകൂടി അകത്തോട്ട് വരാൻ ശ്രമിക്കും. ഓക്കെ? അപ്പൊ രാത്രി ഉറങ്ങുന്ന സമയത്ത് ഇന്ന് ജീവിതത്തിൽ ഉണ്ടായ കൊച്ചു സന്തോഷങ്ങൾ, ഇനി ഞാനൊരു കാര്യം ഇപ്പൊ ചോദിക്കാം. ഇന്ന് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായ ഒരു 10 കൊച്ചു സന്തോഷങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് കൗണ്ട് ചെയ്തേ. പറയണ്ട, ആദ്യം കൗണ്ട് ചെയ്യാം. ഒരു 10 കൊച്ചു സന്തോഷം. കൊച്ചു സന്തോഷം എന്ന് വെച്ചാൽ ഇതൊക്കെ എന്നെ സന്തോഷിപ്പിച്ചിട്ടുണ്ട്, കുഞ്ഞു സന്തോഷം. കുറച്ച് സമയം തരാം. എന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് സന്തോഷിപ്പിച്ചിട്ടുള്ളത്? എല്ലാം സന്തോഷിപ്പിച്ചിട്ടുണ്ടോ? എത്ര കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടിയെന്ന് കൗണ്ട് ചെയ്തിട്ട് ചാറ്റ് ബോക്സിൽ ഇടാം. ഇന്ന് എൻ്റെ ലൈഫിൽ ഉണ്ടായ കുഞ്ഞു സന്തോഷങ്ങൾ എത്രയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് എന്ന്. എല്ലാവരും ചാറ്റ് ബോക്സിൽ ഇട്ട് ഇത്ര നേരം കൊണ്ട് എത്ര എണ്ണം കിട്ടിയെന്നുള്ളത്. ചാറ്റ് ബോക്സ് കാണാൻ ഞാൻ വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. 4. ഓക്കെ, ഇനി വരട്ടെ 6. ഇനി
ചാറ്റ് ബോക്സ് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അതിന്റെ കൂടെ ഞാനൊരു കാര്യം പറയട്ടെ. നമ്മൾ വിഷമിക്കാൻ പഠിച്ചിട്ടാണോ വിഷമിക്കണത്? ഇപ്പോ ഞാൻ കുറച്ച് വിഷമിക്കാൻ പഠിച്ചിട്ട് കുറച്ചു നേരം വിഷമിക്കുക, അങ്ങനെയാണോ നമ്മുടെ ലൈഫിൽ വിഷമിച്ചിട്ടുള്ളത്? സ്വാഭാവികമായിട്ട് നമ്മൾ വിഷമിക്കാൻ പഠിച്ചതല്ലേ. ബ്രെയിന് എപ്പോഴും നെഗറ്റീവ് കാര്യങ്ങളെ അട്രാക്ട് ചെയ്യാനും നമ്മളെ നെഗറ്റീവ് ഇമോഷനിലൂടെ കൊണ്ടുപോകാനുമാണ് ബ്രെയിനിന്റെ പാറ്റേൺ. നമ്മൾ വിഷമിക്കാൻ പഠിച്ചിട്ടല്ല നമ്മൾ വിഷമിക്കുന്നത്. ഓക്കെ, പക്ഷേ നമ്മൾ സന്തോഷിക്കാൻ പഠിച്ചാൽ മാത്രമേ സന്തോഷിക്കാൻ പറ്റുള്ളൂ. നമ്മൾ സന്തോഷിക്കാൻ പഠിച്ചാൽ മാത്രമേ സന്തോഷിക്കാൻ പറ്റുകയുള്ളൂ. ഓക്കെ, ഇനി ഇവിടെ വേറെ ആരെങ്കിലും എന്തെങ്കിലും ഒരു അഭിപ്രായം പറയാന്? ഇപ്പൊ ആരാ സജിന ജോയിൻ ചെയ്ത് കണ്ടു? സജിന ഉണ്ടോ ഇവിടെ? സജിന സുലൈമാൻ ഫ്രീ ആണോ? അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുമോ? സജിന സുലൈമാൻ അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലാണോ? ഓക്കെ ഓക്കെ. ഞാൻ ഉദ്ദേശിച്ച സജിന തന്നെയല്ലേ എന്നാണ് ആലോചിക്കുന്നത്. അതന്നല്ലേ? അതെ അതെ ഓക്കെ, ഇപ്പോഴാണ് ജോയിൻ ചെയ്തിട്ടുള്ളോ? സജിന അതെ. എന്റെ ഒരു സ്റ്റുഡന്റ് ആണ്. എനിക്ക് ഭയങ്കര പ്രൗഡ് ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റ് ആണ്. അപ്പോ ഈ സഹിക്കുന്നതിന്റെ ക്ഷമിക്കുന്നതിന്റെ ഒരു അവസ്ഥയൊക്കെയാണ് സെഷനിൽ എടുത്ത്. അപ്പൊ ഞാനൊരു ആ. സജിനയോട് ഒരു കാര്യം ചോദിക്കുകയാണ്. നമ്മൾ സന്തോഷമായിട്ട് ഇരിക്കുമ്പോഴാണോ, നമ്മൾ സന്തോഷമില്ലാത്ത അവസ്ഥയിലാണോ കുടുംബത്തിലുള്ളവർക്ക് സന്തോഷം കിട്ടുക? ഏതവസ്ഥയിലാണ്? കുടുംബത്തുള്ളവർക്ക് സന്തോഷം കിട്ടുക നമ്മൾ സന്തോഷം സമയത്താണ്. ആ, നമ്മൾ അത് ഉറപ്പാണ്. സന്തോഷമായിട്ടിരിക്കുമ്പോഴോ? ആ. അത് അവർക്ക് അത് അത്ര രസിക്കില്ലല്ലോ ബാക്കിയുള്ളവർക്ക്. ആ, ഓക്കെ. ഇനി നമ്മൾ നമ്മൾ കുറച്ചൊക്കെ എന്റെ നമ്മ- മാമിനെ ആ അറിയാലോ ഞാൻ എവിടെ വരെ എത്തിയ ആളാണ് എന്നുള്ളത്. ആ ഇവരോടൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേ, ലൈഫിൽ സന്തോഷം പേഴ്സണൽ ആയിട്ട് വന്നപ്പോഴുള്ള മാറ്റങ്ങള്. ഓ ഞാന് പറയാണെങ്കിൽ ഒരുപാട് പറയാണ്ട്, ചുരുക്കി പറയുന്നുണ്ട്. ഞാനല്ല വേറൊരാളായി മാറി ഞാനിപ്പോ ചുരുങ്ങിയ കാലയളവിൽ. എന്ത് പറയാ, ഇപ്പൊ എനിക്ക് തന്നെ ഒരു കോൺഫിഡന്റ് വന്നു. ഞാൻ ഡ്രൈവിംഗ് ആദ്യം പഠിച്ചു. സജിനെ ഒന്ന് പരിചയപ്പെടുത്തോ? സജിനയുടെ ഫാമിലിയിൽ ആരൊക്കെയുള്ള, കുട്ടികളൊക്കെ എന്താ ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത്. എന്നാലും മനസ്സിലാവുള്ളൂ ഏജ് ഒക്കെ ഏകദേശം എത്ര ഉണ്ടെന്ന്. എന്റെ ഹസ്ബൻഡാണ്, 3 മക്കള്, 2 പെൺകുട്ടികള്, ഒരു മോന്. മൂത്താളെ കല്യാണം കഴിഞ്ഞു. രണ്ടാമത്തെ ആള് സ്റ്റുഡന്റ് ആണ്. മോനും സ്റ്റുഡന്റ് ആണ്, 10th പഠിക്കണം മോന്. മോള് ഡയറ്റീഷ്യൻ ആണ്, MSc ചെയ്യണു. അപ്പോ മോളെ കല്യാണം കഴിഞ്ഞപ്പോ 1 വർഷമായി. ഇപ്പോഴാണ് എനിക്ക് എന്നെ കുറിച്ച് തന്നെ ഒരു ബോധോദയം വന്നത്. ഞാൻ എന്തായിരുന്നു ഇത്രയും കാലം എന്റെ ജീവിതം പിറകോട്ട് നോക്കിയപ്പോ ഒന്നും ആലോചിക്കാനില്ല എന്താണ്. കൊല്ലങ്ങൾ കൊണ്ടിരുന്ന് ഇത്ര കാലം ജീവിച്ചതൊന്നും ജീവിതമല്ലാന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി തുടങ്ങി. ഒരു കുറച്ച് കാലയളവിനുള്ളിൽ എനിക്ക് മനസ്സിലാക്കി എടുത്ത് ഞാൻ ഇതിൽ ജോയിൻ ചെയ്യുന്നതിന് ശേഷം. ഇപ്പൊ ഇപ്പൊ ഞാൻ പിന്നോട്ട് തിരിഞ്ഞു നോക്കുമ്പോ വെറുതെ കളഞ്ഞ കൊല്ലങ്ങളാണ് എനിക്കിപ്പോ സമ്പാദ്യമായിട്ടുള്ളത്. ഇപ്പൊ ഇപ്പൊ എന്തൊക്കെ ഞാൻ മാറ്റങ്ങളാ വന്നിട്ടുള്ളത് പേഴ്സണലായിട്ട്? ഇപ്പൊ ഞാൻ തന്നെ എനിക്ക് തന്നെ സ്വയം മാറാൻ എനിക്ക് സ്വയം തോന്നി. ഞാൻ ഒരുപാട് എന്താ പറയാ, ഒരുപാട് ധൈര്യം വന്നു എനിക്ക്, കോൺഫിഡന്റ് കൂടി, ഒരുപാട് കൂടി. പുറത്തൊറ്റക്ക് പോവാത്ത ഞാനായിരുന്നു. ഒരാളോട് നേരിട്ട് സംസാരിക്കാൻ പറ്റിയിരുന്നില്ല. അതൊന്നും ഇല്ലാത്ത ഞാനിപ്പോ ഒറ്റക്ക് ഡ്രൈവിംഗ് പഠിച്ച് ജിമ്മിന് പോണ്. എന്റേതായ കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ച് പുറത്തിറങ്ങി ജനങ്ങളുടെ ഇടയിലേക്ക് പോകുമ്പോ ഉള്ള ആ എന്താ പറയാ ഒരു ചമ്മല്, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറി ഇപ്പൊ എന്നെ കൊണ്ട് എല്ലാം പറ്റും എന്നുള്ള ഒരു 90% ഞാൻ എത്തി. ഇനി ഒരു 10% കൂടെ ഓക്കെ ആവാനുള്ളൂ. ബാക്കിയൊക്കെ ഓക്കെ, ഓക്കെയാണ്. വാ, വെരി ഗുഡ്. ഇങ്ങനൊക്കെ ആയപ്പോ ഹസ്ബൻഡും കുട്ടികളൊക്കെ എന്താ പറയുന്നത്? അവർക്കൊക്കെ പ്രൗഡാണ് ഞാനിങ്ങനെ ആ, ആയല്ലോ. അതായത് അങ്ങനെ ചോദിക്കാൻ കാരണം സജിന അവിടെ നിന്ന് നിൽക്കണം കേട്ടാ. നമ്മളിങ്ങനെ പറയുമ്പോഴേ നമ്മൾ അവരൊക്കെ വിഷമിപ്പിച്ചിട്ട് നമ്മൾ മാത്രം സന്തോഷത്തിൽ ഇരിക്കുകയാണോ എന്നുള്ള ഒരു ധാരണ പലർക്കും ഉണ്ടായിരിക്കും. ഞാൻ അതെ ഹാപ്പിയാണ്, അതെ. ഞാനും വല്ലാണ്ട് മാറിയെന്നുള്ളത്. അപ്പൊ സജിന ഇപ്പൊ ഇങ്ങനെ മാറിയപ്പോ സജിനയുടെ ഫാമിലി എങ്ങനെയാണ് സജിനനെ കാണുന്നത്? ഇപ്പൊ എന്റെ ഹസ്ബൻഡും മക്കളും ആണെങ്കിൽ തന്നെ പറയണേ, ഇത്രയും കാലം നിങ്ങൾ എവിടെയായിരുന്നു എന്നോട് ചോദിക്കണം കുട്ടികള്. ഇത്രയും കാലം നിങ്ങൾ ഇവിടെ ഞങ്ങളെ കൂടെ ഉണ്ടായിട്ട് ഇപ്പൊ കാണണം നിങ്ങളല്ലല്ലോ മുന്നേ ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നത്. അവരെന്നെ എന്നോട് പറയും. ഹസ്ബൻഡും പറയുന്നത് അത് തന്നെ. ഇത്രയും കാലം ഈ എവിടെയാണ്, ഈ ആർക്ക് വേണ്ടിയിട്ട് ഇത്രയും കാലം എന്റെ സന്തോഷം ഇല്ലാതാക്കിന്ന് അവരെന്നോട് ചോദിക്കണത് ഇപ്പൊ. അപ്പൊ ഞാനും മനസ്സിലാക്കി ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ജീവിതം കളഞ്ഞിട്ട് നമുക്ക് എന്ത് കിട്ടി. ഇപ്പൊ ഞാൻ അതാ ആലോചിക്കുന്നത്. നമ്മളെ നല്ല സമയങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഇല്ലാതാക്കി സമയം കളഞ്ഞു, കൊല്ലങ്ങൾ അപ്പൊ പോയി. സജിനയുടെ ഒരു ക്വസ്റ്റ്യൻ കൂടെ. സജിന ഹാപ്പി അല്ലാത്തൊരു സമയത്ത് സജിനയുടെ കുട്ടികൾക്കും ഹസ്ബൻഡിനും ഹാപ്പിനെസ് കൊടുക്കാൻ പറ്റിയിരുന്നോ?
ഏയ് ഇല്ല, അവര് അവരുടേതായ വഴിയിൽ നടക്കും, ഞാൻ എന്റെ വഴിക്ക് ഒതുങ്ങിക്കൂടും. അവര് നടക്കുന്ന അവരെന്നോട് പറയണ, പക്ഷെ എനിക്ക് അതൊന്നും കേൾക്കാൻ പറ്റിയിരുന്നില്ല. കേട്ടാൽ എനിക്ക് മനസ്സിലായിരുന്നില്ല എന്താണെന്നുള്ളത്, എന്തിനു വേണ്ടിയിട്ട് അവര് പറയണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല. ഇപ്പൊ ഞാൻ മനസ്സിലാക്കി തുടങ്ങി. തുടങ്ങിയല്ല, ഇപ്പൊ മനസ്സിലാക്കി. ഞാൻ ഇനി ഒന്നും തുടങ്ങാനില്ല. എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു ഞാൻ സ്റ്റോറിയാണ് ലേറ്റ് ആയി പോയി, സജനയുടെ. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല, ടൈം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് കുഴപ്പമില്ല. ഞാന് സജനാന്ന് പേര് കണ്ടപ്പോ ഞാനൊന്ന് വിളിച്ചതാ. കാരണം ഓക്കെ. ഞാൻ ഇങ്ങനെ പറയുമ്പോ നമ്മളിപ്പോ ഒരു റെവല്യൂഷന്റെ അതെ ഭാഗമായിട്ട് അതെ സന്തോഷം കുറച്ച് ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണല്ലോ. അതെ അതെ അപ്പൊ നിങ്ങളൊക്കെ വന്ന് പറയുമ്പോഴാണ് ജീവിതത്തിൽ ഇത് ആവശ്യമുണ്ട്. അതെ കാരണം നമ്മളെ ബ്രെയിന് പെട്ടെന്ന് ഇതൊക്കെ ആവശ്യമുണ്ട്, ഇതൊക്കെ വെറുതെ മോട്ടിവേഷൻ ആണെന്ന് അതെ. നമ്മളിങ്ങനെ പുറകോട്ട് അനുഭവസ്ഥ വലിക്കണം. കാരണം കുറച്ച് അനുഭവസ്ഥര് പണിയുണ്ടല്ലോ ഇതൊക്കെ റെഡിയാക്കി എടുക്കാൻ. അനുഭവസ്ഥര് പറയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ ആർക്കും. സജിനൊക്കെ രാവിലെ ക്ലാസ്സിലൊക്കെ കയറിയിട്ടൊക്കെ നമ്മുടെ സെഷനിലൊക്കെ ഉണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് പറയാനുള്ളത്. സന്തോഷം ഉള്ള അവസ്ഥയുണ്ട്, സന്തോഷം ഇല്ലാത്ത അവസ്ഥയുണ്ട്. പുറത്ത് സന്തോഷം കാണിച്ചിട്ട് നമ്മൾ ഉള്ളിൽ സന്തോഷം ഇല്ല എങ്കിൽ, ഇപ്പൊ സജിന പറഞ്ഞ പോലെ കുറെ കഴിഞ്ഞിട്ട് വർഷങ്ങൾ, ഇത്രയും കാലം ഞാനൊരു മെഷീനായിട്ടാണ് ജീവിച്ചിരുന്നത്. എന്നിട്ട് ആ മെഷീനായിട്ട് ജീവിച്ചിട്ട് എന്താ കാര്യം? ഹസ്ബൻഡിനോ കുട്ടികൾക്കൊന്നും ഈ സ്നേഹം കൊടുക്കാനും പറ്റില്ല. കാരണം നമ്മളുടെ നല്ല കുറെ ക്യാരക്ടറൊക്കെ ഇതിൽ കൂടെ മാഞ്ഞു പോയി. നല്ല കുറെ ഫീച്ചേഴ്സ് നമുക്കുണ്ട്. അതൊക്കെ നമ്മൾ ഈ ഫേസ് മാസ്ക് ഇട്ടിട്ട് പഴയത് നമ്മളെ തന്നെ നമുക്ക് മിസ്സായി. ഇപ്പൊ എന്തുണ്ടായി? നമ്മളെ ബെറ്റർ ആക്കുമ്പോ നമ്മളെ സോള്, നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്, നമ്മൾ ഹാപ്പിയാണ്. നമ്മൾ ഹാപ്പിയാണ് എങ്കിൽ ചുറ്റുമുള്ളവർക്കും കൊടുക്കാൻ പറ്റും സമാധാനം. ഓക്കെ. അപ്പൊ ഓരോ വ്യക്തിയും, ഓരോ വ്യക്തികളും ബേസിക്കലി ഹലോ ഒരു 50. ഹലോ. മാം, ഒരു കാര്യം കൂടെ ആ ഞാൻ പറയണത്, നമ്മൾ മറ്റുള്ളവർക്ക് നമ്മള് സ്വഭാവ സർട്ടിഫിക്കറ്റ് കാണിച്ചു കൊടുത്ത് ഒന്നും നേടാൻ പറ്റില്ല എന്നുള്ളത് എനിക്ക് ബോധ്യപ്പെട്ട്. അതിന്റെ ഒരു ആവശ്യമില്ല. നമ്മക്ക് നമ്മളെ സർട്ടിഫിക്കറ്റ് നമ്മക്ക് തന്നെ ആവശ്യമുള്ളൂ, വേറൊരാളെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം അതാണ്. അതും കൂടി പറയാൻ ഞാൻ വന്നതാ. സജിനക്ക് അല്ല, പറഞ്ഞിട്ട്, അതായത് എനിക്കറിയാം ചോദിച്ചാൽ അത്രമാത്രം പറയാണ്ട് അങ്ങനെ മാറിയൊരു വ്യക്തിയാണ്. സംസാരിക്കാന് കാണാനൊക്കെ നല്ല ഭംഗിയാണ്, മാഷാ അല്ലാ. കാണുമ്പോൾ നല്ലൊരു ടീച്ചർ ലുക്കോ പ്രൊഫഷണൽ ലുക്കൊക്കെയാണ്. പക്ഷെ ഭയങ്കര ഫിയർ ആണ്, സംസാരിക്കാൻ പേടിയാണ്, എന്നെ കൊണ്ട് അങ്ങനെ ആവാൻ പറ്റില്ല, ഇങ്ങനെ ആവാൻ പറ്റില്ല. കുറേ നെഗറ്റീവ് തോട്ട്സ് ഇങ്ങനെ ഉള്ളിൽ കിടന്ന് നമ്മളിപ്പോ പറയില്ലേ, സഹിച്ച് ക്ഷമിച്ച് ഒരു മെഷീൻ ആവാന്ന്. ആ ഒരു മെഷീനായിരുന്നു വ്യക്തി. പക്ഷെ ആ മെഷീൻ ആയിക്കൊണ്ട് ആർക്കും ഒരു ഉപകാരം ഇല്ലാത്ത ഒരു അവസ്ഥയിൽ എത്തിയിരുന്നു. പക്ഷെ ഇപ്പൊ മാറിക്കഴിഞ്ഞപ്പോ കുറച്ചും കൂടെ പ്രൊഡക്റ്റീവായിട്ട് ഹാപ്പി ആയിട്ട് ലൈഫ് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. കുറച്ചും കൂടെ ഈ ലോകത്തെയൊക്കെ കുറച്ചും കൂടെ അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് ഞാൻ തന്നെ വണ്ടി ഓടിക്കില്ല, പക്ഷെ എന്റെ സ്റ്റുഡൻസ് ഒക്കെ വണ്ടി ഓടിച്ച് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പൊ ഇതാണ് സന്തോഷമില്ലാത്ത അവസ്ഥ എന്ന് പറയുന്നത്. നമ്മളാണ് ചെക്ക് ചെയ്യേണ്ടത്. എനിക്ക് സന്തോഷം വേണോ? സന്തോഷം എന്ന് പറയുന്നത് മനസ്സമാധാനമാണ് കേട്ടോ. അല്ലാതെ ജോലി നേടിയാൽ എനിക്ക് സന്തോഷമാവാൻ പറ്റും, അല്ലെങ്കിൽ എൻ്റെ കൂടെ ഉള്ളവരൊക്കെ എന്നെ മനസ്സിലാക്കിയാൽ ഞാൻ ഹാപ്പിയോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് കഴിഞ്ഞാൽ വരും. പക്ഷേ മനസ്സമാധാനമുള്ള ഒരു മനസ്സിൽ മാത്രമേ പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാൻ നമുക്ക് പറ്റുള്ളൂ, ചുറ്റുമുള്ളവർക്ക് ഇതൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 9 മണിയായി തുടങ്ങി. നമ്മളുടെ അടുത്ത ഒരു സെഷൻ നെക്സ്റ്റ് മൺഡേ ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങളെ കണക്ട് ചെയ്യുന്ന ആളുകളൊക്കെ ഈ കമ്മ്യൂണിറ്റിയിലോട്ട് കൊണ്ടുവരാം. നമ്മളിതൊരു ഒരു ചാരിറ്റിയുടെ പോലെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഫ്രീ ആയിട്ട് കുറച്ച് നല്ല കാര്യങ്ങൾ ഷെയർ ചെയ്യുക എന്നുള്ളത്. തീർച്ചയായിട്ടും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ ഇനി ഓരോ ആഴ്ചയും കൊണ്ടുവരണം എന്ന് ഞാൻ കരുതുന്നുണ്ട്. അതിനോടൊപ്പം ഒരു കാര്യം കൂടെ പറയുന്നു, ഹാപ്പിനെസ് കോഡ് എന്ന് പറഞ്ഞിട്ട്. അതായത് ഇപ്പോൾ പ്രൊഫഷണലി ഇത് പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കണം എന്നുണ്ട് എങ്കിൽ ഹാപ്പിനെസ് കോഡ് എന്നുള്ള പ്രോഗ്രാം 2-ാം തീയതി, ഓഗസ്റ്റ് 2-ാം തീയതി മുതൽ 15 ദിവസത്തെ പ്രോഗ്രാം വരുന്നുണ്ട്. നമ്മൾ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാതെ നമുക്കൊന്നും കാര്യമായിട്ട് കിട്ടില്ല. നമ്മൾ എന്തെങ്കിലും ഒന്ന് കൊടുക്കാതെ നമുക്കൊന്നും കിട്ടില്ല. ഇപ്പൊ ഒരു കല്യാണം വരുമ്പോൾ നമ്മളുടെ ബ്രെയിൻ ഓക്കെയാണ്, ഒരു ഡ്രസ്സ് എടുക്കണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. കടൽ കാണാൻ പോകുമ്പോൾ നമ്മുടെ ബ്രെയിൻ ഓക്കെയാണ്, അവിടെ പോയിട്ട് ഐസ്ക്രീം വാങ്ങി കഴിക്കണം. സിനിമക്ക് പോകുമ്പോൾ നമ്മുടെ ബ്രെയിൻ ഓക്കെയാണ്, പോപ്കോൺ മേടിക്കണം. അപ്പൊ അതുപോലെ നമ്മളെ ബ്രെയിൻ ഓക്കെ ആവുന്ന കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു കാര്യത്തിന് നമ്മളെ ഭയങ്കര കൺഫ്യൂഷൻ ആക്കും ഇത്. ഓക്കെ. അപ്പൊ അങ്ങനെ ഒരു കോഴ്സ് വരുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആരെയും നിർബന്ധിക്കില്ല. കാരണം സന്തോഷം ഒരാളെ നിർബന്ധിച്ചിട്ട് കൊടുക്കാൻ പറ്റില്ല. ഇതെന്തായാലും നിങ്ങൾ പഠിച്ചോളൂ, ഇതെന്തായാലും നിങ്ങൾ അനുഭവിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ, ഈ പ്രൈസ് ഞാൻ പറയാട്ടോ. ഇപ്പൊ സജിനൊക്കെ പഠിച്ചത് 15,000 രൂപ കൊടുത്തിട്ടുള്ള കോഴ്സാണ്. അതിന്റെ ഒരു ക്രീം വേർഷൻ വെറും 4,000 റുപ്പീസിന്
നമ്മൾ ചെയ്യുന്നുണ്ട്. 15 ദിവസം കൊണ്ട് നമുക്ക് കുറെ സീക്രട്ട് കോഡുകളാണ്, കുറച്ചും കൂടെ സീക്രറ്റ് ആയിട്ട് കുറച്ചും കൂടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം അങ്ങോട്ട് വന്നാൽ മതി, കാരണം അവിടെ ഒരു എനർജിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ 2-ാം തീയതിയുള്ള സെഷൻ വരുന്നുണ്ട്. നിങ്ങളെ കണക്ട് ചെയ്യുന്ന ആർക്കെങ്കിലും ഈ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യണമെങ്കിൽ അങ്ങനെ ഞാൻ വെൽക്കം ചെയ്യാം. യെസ്, ഇന്നത്തെ ഒരു നിമിഷത്തിൽ നിങ്ങളിവിടെ എത്തിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇനി അടുത്ത സെഷനിലൊക്കെ വരുമ്പോൾ നിങ്ങൾ കുറച്ച് വെള്ളമൊക്കെ കൊണ്ടുവരണം, ക്യാമറ ഒക്കെ ഓൺ ചെയ്യാൻ പാകമായിട്ട് വരണം കേട്ടോ. ഈ ഒരു ഇത്രയും നിമിഷത്തിൽ എൻ്റെ വാക്കുകൾ കൊണ്ടോ നോട്ടം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു പ്രയാസമായിട്ടുണ്ടെങ്കിൽ ഐ എം റിയലി സോറി, പ്ലീസ് ഫോർഗീവ് മീ, ഐ താങ്ക് യു, ഐ ലവ് യു. നിങ്ങളുടെ എല്ലാവരുടെ ലൈഫിലും ഒരുപാട് സന്തോഷവും സമാധാനവും സമൃദ്ധിയും സ്നേഹവും സമ്പത്തൊക്കെ നിറഞ്ഞ് ഒഴുകട്ടെ എന്ന് ഞാൻ ബ്ലസ് ചെയ്യുന്നു. അങ്ങനെ നിറഞ്ഞൊഴുകിയ ഒരാളെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയതിൽ, അവരെ സൗണ്ട് കേൾപ്പിച്ചു തരാൻ പറ്റിയതിൽ ഞാൻ വളരെ അതീവ ഗ്രാറ്റിറ്റ്യൂഡ് അർപ്പിക്കുകയാണ് സർവേഷിനോട്. താങ്ക് യു ഓൾ ദി വെരി ബെസ്റ്റ്. ഇന്ന് നിങ്ങൾക്ക് ശാന്തമായി ഉറങ്ങാനും നാളെ നിങ്ങൾക്ക് നല്ല സന്തോഷത്തോടെ ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി ഉണരാനൊക്കെ സാധിക്കട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും ബ്ലെസ്സിങ്സും ഗ്രാറ്റിറ്റ്യൂഡൊക്കെ ഞാനും ആഗ്രഹിക്കുന്നു. ലവ് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഗുഡ് നൈറ്റ്.